ഈ ഉമ്മത്ത് നല്ല വിദ്യാസമ്പന്നരാകണം. ഞങ്ങളെ മക്ക പഠിക്കണു, ഞങ്ങളെ മക്കൾക്ക് ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആവണോ. സമുദായത്തിന്റെ നന്മയുടെ നേതൃത്വം നമ്മുടെ മക്കൾക്കുണ്ടാകണം. മക്കൾക്ക് പഠിപ്പിച്ചു നോക്കുമ്പോ ഇന്ന് മക്കൾ ആരുടെയും കൺട്രോളിലില്ല. ഉമ്മക്ക് കൺട്രോൾ ആക്കാവില്ല, അപ്പ ചെന്ന പോലെ കേൾക്കില്ല. എത്ര ചെറിയ 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 വിഷയത്തിന് പോലും മേലുക മൊബൈൽ നോക്കിയെങ്കിൽ അത്ര ഉപ്പ പറഞ്ഞതിന് വേണ്ടി ടോയ്ലറ്റിൽ പോയി പിന്നായിലെടുത്ത് കുടിച്ച പൊന്നുമോള് നമ്മുടെ ജില്ലയിലാണ്. ഉമ്മാക്കും ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല, ഉപ്പക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല. അങ്ങനെ നമ്മൾ മക്കളെ വളർത്താൻ പാടുള്ളതല്ല. മക്കളെ ശരിയായി വളർത്തണം. അവർ മദ്രസ പഠിക്കുന്നു, ഖുർആൻ പഠിക്കുന്നു. മറ്റു സമുദായത്തിലെ പെൺമക്കൾ പോലും നാണിക്കുന്ന രൂപത്തിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞു, നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരുടെ അവസ്ഥയാണ്, ഉസ്താദ് ഞങ്ങളുടെ സമുദായത്തെ മക്ക രക്ഷത്തുക പത്തിയണ്ട് കണ്ടെങ്കിൽ അങ്ങനെ സബ്ജക്ട് അങ്ങനെ ചർച്ച അങ്ങനെ പലക്കെ കേൾക്കുമ്പത്തുക അർസമുണ്ട് ബേജാറാവിടും. അന്യ സമുദായത്തെ മക്ക ഞങ്ങൾ രക്ഷയിൽ പണ്ടാറും പത്തിയിട്ടില്ലോടത്തോളം ഒരു പലക്ക ഒരു വേണ്ടാത്തത് ഒരു അനാവശ്യക്ക അങ്ങനെ വായിൽ വരാത്തപ്പ. ഈ സമുദായത്തെ ബുർക്കയിട്ട മക്ക എന്തേ ഇങ്ങനെ വാള് ജാസ്തിയായിട്ടാ, മദ്രസത്തെ പഠിപ്പ് ജാസ്തിയായിട്ടാ, ഉമ്മപ്പടെ സ്വഭാവ സരില്ലാത്തമ. എന്താണ് മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, മക്കളെ ദീനിയായിട്ട് വളർത്തണം. അവർക്ക് ദീനിന്റെ മണമിട്ട് കൊടുക്കണം, അള്ളാന്റെ സ്നേഹമിട്ട് കൊടുക്കണം. പച്ച പടച്ച റബ്ബറിട്ടുള്ള പിർസ, കൃത്യമായ നിസ്കാര, അവരോടുള്ള നസീഹത്ത്, അവർക്കുള്ള പിരിസം എല്ലാം ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് കിട്ടേണ്ടതാണ്. ഐഫോൺ എടുത്തു കൊടുത്തത് കൊണ്ടോ, ലാപ്ടോപ്പുകൾ ഗിഫ്റ്റ് ചെയ്തത് കൊണ്ടോ, അവൾ നല്ല മാർക്ക് വാങ്ങിയത് കൊണ്ടോ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഉമ്മയും ഉപ്പയും ഏറ്റവും വലിയ ക്ലോസ് ഫ്രണ്ടായി. മകളുടെ മകന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ഉപ്പയാകണം, ഉമ്മയാകണം. അടുത്തിരുത്തണം, താലോലിക്കണം, അവരെ ഉമ്മ വെക്കണം, തമാശ പറയണം, ചോദിക്കണം, അറിയണം, അതെല്ലാം വേണം. നല്ലോണം ജാഗ്രതയുണ്ടാകണം. അതവർക്ക് കിരികിരി എന്ന് തോന്നാൻ പാടില്ല, അല്ലേ? മക്കളെയൊക്കെ കൗൺസിലിംഗ് ചെയ്യുമ്പോ ഒരേ മോളു അന്യ സമുദായത്തെ ചെറുക്കറൊട്ടുകു 4 വർഷത്തോ അവൾക്ക് തീരാത്ത പ്രണയം, അല്ലെ? സമാക്കൊക്കെ വിളിച്ചിട്ട് കൗൺസിലിംഗ് ആക്കുമ്പോ, മോളെ നിന്റെ അബ്ബക്ക് നിന്റെ ഉമ്മക്ക് ഒരേ ഒരു മോളല്ലേ, നീ അബ്ബരൊട്ടുക പിർസ കാട്ടണ്ടേ, ഉമ്മരൊട്ടുക പിർസ കാട്ടണ്ടേ. ഈ പൊന്നുമോളുടെ അവളുടെ മറുപടി ആൻസർ, ഉസ്താദ് നണ്ടങ്ങക്ക് ആറാക്കില്ല, നണ്ടട്ടുകങ്ങക്ക് പിർസില്ല, നണ്ടട്ടുകങ്ങക്ക് പിർസില്ല, നണ്ടങ്ങ മൈണ്ടാക്കില്ല. ഈ രൂപത്തിൽ നമ്മുടെ മക്കളുടെ മനസ്സ് ആവാൻ പാടില്ല. നല്ലോണം മക്കളോടുള്ള കെയറിങ് നല്ലോണം ഉണ്ടാകണം, ജാഗ്രതയുണ്ടാകണം, സ്നേഹമുണ്ടാകണം, ഗിഫ്റ്റ് കൊടുക്കണം, സമയത്തിനും ഏജിനും അനുസരിച്ചുകൊണ്ടുള്ള സമ്മാനങ്ങളാകണം. കെട്ടിപ്പിടിക്കണം, അടുത്തിരുത്തണം, തലോടണം, ഒരുമിച്ചിരുന്ന് കുടുംബജീവിതത്തിന്റെ സീക്രട്ടുകൾ മഹാന്മാര് പറയുന്നുണ്ട്. ഒരുമിച്ചിരുന്ന് ഒരേ സുപ്രയിൽ ഒരേ ടേബിളിൻ പുറത്ത് ഉമ്മയും ഉപ്പയും മക്കളും കുടുംബവും ഭക്ഷണം കഴിക്കണം, അല്ലെ? ഫുഡ് കഴിക്കുമ്പോ ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കണം. അതിൽ ബറക്കത്തുണ്ട്. മക്കൾ വഴിതെറ്റാതിരിക്കാൻ, വൈഫ് വഴിതെറ്റാതിരിക്കാൻ, ഭർത്താവിന് മറ്റുള്ളവരോട് ഇഷ്ടം തോന്നാതിരിക്കാൻ ഒരുമിച്ചിരുന്ന് ഭാര്യയും ഭർത്താവും മക്കളും ഫുഡ് കഴിക്കുന്ന സമ്പ്രദായം ഉണ്ടാകണം. ഒട്ടുകുതച്ചിട്ടുള്ള അതൊക്കെ ഒരു ബറക്കത്ത്, ഒരു സന്തോഷ, ഒരു റാഹത്ത്. മൊബൈലെല്ലാം എടുത്തിട്ട് ഒരു വീഡിയോ നോക്കില്ല, ഫുഡ് തിന്ന ടൈമാകുമ്പോ എല്ലാവരും മൊബൈലിൽ ഒരു കുഴിയിലിട്ടിട്ട് സൈഡ്, ആർക്കും പിന്നെ മൊബൈലില്ല. ഈ പോലത്തെ ഒരു സംവിധാനം ഞങ്ങൾക്ക് വേണം, അല്ലെ? ഇത് അപ്പ വേരമേ ഫോണിൽ വണ്ടിയുണ്ട്, ഉമ്മ വേരമേ ഒരു സൈഡിൽ, മക്ക വേരമേ. ഇങ്ങനെ അവർ ഭിന്നിച്ചു പോയാൽ അവരുടെ മനസ്സുകൾ ഭിന്നിക്കുകയാണ്. ഭാര്യയുടെ മനസ്സ് ഭിന്നിക്കുന്നു, ഭർത്താവിന്റെ മനസ്സ് മാറുന്നു, മക്കൾക്ക് ഈ ഉമ്മയും ഉപ്പയും വേണ്ടാന്ന് തോന്നുന്നു. ഒരുമിച്ചിരുന്ന് ഒട്ടുകുതച്ചിട്ടുള്ള ഫുഡ് എടുക്കുന്ന പോലത്തെ പരിസ്ഥിതി ഞങ്ങളെ ഒത്തുക വേണോ? കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒട്ടുകുതച്ചിട്ട് ദ്വാരക്കട പോലത്തെ ഒരു പരിസ്ഥിതി വേണു. ഒരുമിച്ചിരുന്നിട്ട് ദ്വാരക്കണം. ആ ദ്വാരക്കുമ്പോ മക്കൾ ഭർത്താവിടെ പോലെ, പഠിച്ചോനെ നന്റെ ഉമ്മ ഞങ്ങൾ കഷ്ടവന്നത്, അബ്ബ കഷ്ടവന്നത്, അങ്ങക്ക് ദ്വാരന്നിട്ട് പഠിച്ചോനെ ഞങ്ങളെ മക്കളെ നീ ഇങ്ങനെ മക്കൾക്കും ഉമ്മാക്കും ഉപ്പാക്കും ദ്വാരക്കുന്നത് ഈ മക്ക കേൾക്കുമ്പോ ആ മക്കൾക്ക്, അല്ലെ? പഠിച്ചോനെ നന്റെ മക്കൾക്ക് വേണായിട്ട് കഷ്ടവന്നോണ്ടുള്ള നന്റെ മക്കളെ സക്സസ് ആവും, അങ്ങനെ ലൈഫ് സക്സസ് ആവൂ, ലൈഫ് സെറ്റിൽ ആവൂ. ഇത് വേണായിട്ട് ജാവും പോലും ഉറക്കൊഞ്ഞ് കഷ്ടവന്നോണ്ടുള്ള റബ്ബെ മക്കളെ സ്വാലിഹീങ്ങളാക്കിത്ത ഈ മക്കളെ ദൈപ്പാട്ടിട്ട് അപ്പ ദ്വാരക്കുമ്പോ, ഉമ്മ ദ്വാരക്കുമ്പോ ഈ മക്കളുടെ മനസ്സിലേക്ക് അത് കയറാതിരിക്കൂല. ഒരുമിച്ചിരുന്ന് ദ്വാരക്കണം. അങ്ങനെ ഒരുമിച്ചിരുന്ന് ദ്വാരക്കുമ്പോ അസ്സലാത്തുമാ ഒരുമിച്ചിട്ട് നിസ്കരിക്കണം. ഔത്തു നിസ്കരിക്കലും ഉമ്മ പെൺമക്കളെ വിളിച്ചിട്ട് ബാ, ഇമാം ജമാഅത്തായി നിസ്കരിക്കുക, ഒട്ടുക നിസ്കരിക്കുക. ഈ മക്കളോട് കൂടെ നിസ്കരിക്കണം. പള്ളിയിൽ പോകുമ്പോ അബ്ബ മക്കളെയും വിളിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നവരാകണം, അല്ലെ? അബ്ബ പള്ളിക്ക് പോകുന്നുണ്ട്, ആചാറ് പള്ളിക്ക് വരുന്നുണ്ട്, ആചാറ് മോനെ ബേജാറിൽ ഉറങ്ങിയിട്ടുണ്ട്, സുബഹിക്ക് അടിക്കുന്നില്ല, നിസ്കരിക്കുന്നില്ല, ഹദ്ദാദില്ല, ദിക്റില്ല, സ്വലാത്തില്ല. നിസ്കരിച്ചെങ്ങന്റെ ഇല്ലെങ്ങന്റെ, പോയെങ്ങന്റെ പോയില്ലെങ്ങന്റെ, വന്നെങ്ങന്റെ വന്നില്ലെങ്ങന്റെ. അതാണ് വയതിന്റെ സദസ്സിൽ ബാല്യക്കാറില്ല.
ദിക്റിന്റെ സ്വലാത്തിന്റെ വൃത്തായുടെ മജ്ലിസുകളിൽ ബാല്യക്കാർ ചെറുപ്പക്കാർ കാണാനില്ല. ബാലക്കാർ മക്ക ഇതെവിടെയുമില്ല. കളിയുടെ വേദിയില്, യൂട്യൂബില്, ഇൻസ്റ്റാഗ്രാമില്, ഫേസ്ബുക്കില്, ഓൺലൈൻ ഗെയിമില്, ബെറ്റിംഗില്, കള്ള ഹറാമായ ചില ട്രേഡിങ്ങുകളില് സുസൈഡ് ചെയ്യാൻ അവസരങ്ങൾ ഒരുക്കി വരുന്ന എന്തൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, തടിയെ നശിപ്പിക്കാൻ പാടുള്ളതല്ല, ആത്മഹത്യ ചെയ്യാൻ, സുസൈഡ് ചെയ്യാൻ ഈ സമുദായത്തിലെ യുവതികളിലും യുവാക്കളിലും പണ്ട് കേട്ടിട്ടുണ്ടായിട്ടില്ല. പണ്ട് ഈ സമുദായത്തിൽ ആരും ആത്മഹത്യ ചെയ്യാറുണ്ടായിരുന്നില്ല. സുസൈഡ് അങ്ങനെ ഒരു ചിന്ത ഈ സമുദായത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് ലവ് ഫെയിലായി പോയാൽ, അതല്ല കഞ്ചാവിന്റെ പേരിൽ, അതല്ല റൗഡിസത്തിന്റെ പേരിൽ, അതല്ല മറ്റുള്ള ചില ഓൺലൈൻ ഗെയിമിലൂടെ, അതല്ല ഇന്നല്ലെങ്കിൽ നാളെ പണക്കാരനാകണം, പെട്ടെന്ന് പൈസക്കാരാവണം, അതിനുവേണ്ടി പോയി കടമായി നാടുവിടേണ്ട പരിസ്ഥിതി, അവസാനം സുസൈഡിൽ അവസാനിപ്പിക്കുന്ന ജീവിതമാണ്. MBBS പഠിച്ചു പാസ്സായ ഈ സമുദായത്തിലെ പൊന്നുമോള് 5 കൊല്ലത്തെ ലവ് പ്രണയം അവസാനം മങ്ങിലാവുകൂ. ആ ഡോക്ടറായോണ്ട് ഡിമാൻഡ് വെച്ച 1 കോടി ഉറുപ്പിടെ ആസ്തിക ഡിമാൻഡ് വെച്ചപ്പ ഈ പഠിച്ചിട്ട് ഡോക്ടറായ ഈ സമുദായത്തെ പെണ്ണ് ആത്മഹത്യയാക്കിയാൽ. പഠിപ്പുണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, തിരിച്ചറിവില്ല, അറിവുണ്ട്, തിരിച്ചറിവില്ല. ഈ 5 കൊല്ലത്തെ പ്രണയത്തിന്റെ റിസൾട്ട് എന്നാണോ ആ പെണ്ണ്, ആ കുടുംബത്തിന്റെ ആശ, ആ നാട്ടുകാരുടെ സന്തോഷം സുസൈഡിലൂടെ ജീവൻ ഒടുക്കിയിട്ട്, ആത്മഹത്യയിലൂടെ ജീവൻ ഒടുക്കിയിട്ട് ആ കുടുംബത്തിന്റെ ഇസ്സത്ത് അവൾ കെടുത്തിയില്ലേ? പൊന്നു ചെറുപ്പക്കാരെ, യുവതികളെ, യുവാക്കളെ, ഉമ്മാക്കും ഉപ്പാക്കും ശാപമാകരുത്. ഉമ്മയും ഉപ്പയും മക്കളെ നല്ലവണ്ണം നല്ലോണം ജാഗ്രതയോടെ സ്നേഹത്തോടെ മക്കളെ വളർത്തണം. ബാബാ ഫരീദുദ്ദീൻ മസൂദ് വജൂദ് ഹനി കഞ്ചുശക്കർ മഹാനവരുകളുടെ ഉമ്മ, ഫരീദ ഔലിയ എന്ന് വിളിക്കാറുള്ള മഹാന്റെ ഉമ്മ, ആ ഉമ്മാക്കൊരേ ഒരു മകനാണ്. ആ മകനെ ഉമ്മ സുബഹി ബാങ്കായ ഉടനെ ഉമ്മ ഔത്തുൽ നിസ്കരിച്ചിട്ട് ഈ കിടാവുരെ വിളിച്ചോണ്ടോ പള്ളിരമുട്ട ഇമാം ജമാഅത്ത് വിളിച്ച വന്നിട്ട് ഒരു മർക്കാർക്കിൽ സൈഡിൽ മോള് നിസ്കരിച്ച് ബറോടത്തോളം കാത്തു വെച്ചിട്ട് ഈ ഉമ്മ ചെറിയ മോന്റെ ബൽത്തിയിട്ട് ആ ഉമ്മക്ക് ഒരേ ഒരു ആസ നന്റെ മോണ് ആലിമാവണു, നന്റെ മോണ് ദീന് പഠിക്കണു, നന്റെ മോണ് ഉപകാരപ്പെട്ട പോലത്തെ ദ്വാരക്കിടൊരു മോണാവണു. ആ മോന്റെ ബൽത്തിയ ഉമ്മ അവസാനം ബാബാ ഫരീദ് തങ്ങള് വലിയ മഹാനായി, ലോകത്ത് ചരിത്രം സൃഷ്ടിച്ച മഹാനായി. ആ ഉമ്മയുടെ ത്യാഗമാണ്. അതുകൊണ്ട് ഉമ്മ ഉപ്പ രണ്ടാളും മക്കളെ നല്ല വഴിയിൽ കൊണ്ടുപോകണം. മക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആലോചിക്കണം, പൊന്നുമക്കളുടെ കയ്യിൽ സ്കൂട്ടി കൊടുത്തിട്ട് വിട്ട് അവർ എവിടെല്ലോ പോയി ആക്സിഡന്റിൽ പെട്ട് മരിച്ചു പോയാ ഷഹീദിന്റെ കൂലി കിട്ടൂല. അവരുടെ ഏച്ചി നോക്കണം, അവിടത്തെ നമ്മുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ. നമ്മുടെ മക്കൾ അല്ലെ മുട്ടെടുത്ത പറകൂ, പാലെടുത്ത പറകൂ, ചെറിയ മക്കളെ കയ്യിൽ സ്കൂട്ടി കൊടുത്തു വിട്ടെങ്കിൽ നന്റെ മോള് പോയി വേണ്ട അത് കോളേജ് കത്തിലേ പോണ്ടേ. എവിടെയെങ്കിലും അപകടത്തിൽ മരിച്ചു പോയാൽ, ഈ മക്കൾ അപകടത്തിൽ മരിച്ചു പോയാ ഉമ്മക്കും ബാപ്പാക്കും അതിന്റെ ശിക്ഷയുണ്ട്. അതുകൊണ്ട് നീട്ടിപ്പരത്തി പറയുന്നില്ല, മക്കളെ നല്ലോണം ജാഗ്രതയോടെ വളർത്തണം. നാളെ നിന്റെ മക്കളെ പറ്റിയിട്ട് അല്ലാഹു തആല മഹ്ശറിൽ ചോദിക്കും, നിന്റെ മക്കള് ചെയ്ത എല്ലാ നന്മകൾക്കും നിനക്ക് കൂലിയുണ്ട്. നിന്റെ മക്കള് തിന്മ ചെയ്തു, ബെടക്ക് ചെയ്തു, ഹറാമ് ചെയ്തു, വേണ്ടാത്തരം ചെയ്തു, ഇത് നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഞാൻ നല്ലവനാണ്, ഞാൻ ആചാറാണ് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. വടകര മമ്മദാജ് പാപ്പാട് ഒരാൾ പോയിട്ട് പറഞ്ഞു, വടകര മമ്മദാജ് പാപ്പ വലിയാണ്, മഹാനാണ്. ഓ മഹാനെ, എനിക്ക് മക്കളില്ല, ദ്വാരക്കണം. അദ്ദേഹം പറഞ്ഞു, നിന്റെ നാട്ടിൽ ഹജ്ജിന് പോകുന്നവരോട് നീ ദ്വാരപ്പിക്കണം. അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം നാട്ടിലേക്ക് വന്നു. അവർക്ക് വന്നിട്ട് ആ വർഷം ഹജ്ജിക്ക് പോണ്ടേ, ഹജ്ജിക്ക് ഭർത്തായ ആളിട്ട് പോയിട്ട് ആചാർനി ഹജ്ജുകളിൽ പോയിട്ട് കഅബത്തവിടെ നക്കും നല്ല മക്കാവ് വേണായിട്ട് നിങ്ങൾ ദ്വാരക്കണു. അപ്പൊ ഹജ്ജിക്ക് ഭർത്തായ മനുഷ്യ ഇതാ നാ വെറുതെ ചൊന്നോണ്ടുള്ളേ നക്കങ്ങാനും ഇസ്ലാമുദ്ദീനില് മക്കളെ കൊല്ലുടെ പോലത്തെ ഒരു പരിസ്ഥിതി നിരങ്ങ് അങ്ങനെ നാ മനസ്സിൽ വിചാരിച്ചു പോയെ. മക്ക വേണ്ട, നിന്റെ മക്കളെ കൊണ്ട് നാ സ്വത്തുര നക്ക് നിന്റെ മക്കളെ കൊണ്ട് ഇസ്സത്ത് പോയത് മക്കാവ് വേണായിട്ട് നാനാർക്കും ദ്വാരക്കില്ല. അങ്ങനെ ചൊന്നപ്പോ ഈ മനസ്സ് കിണ്ടുകും മക്കായിട്ടില്ല. പക്ഷെ ആ മനുഷ്യന്റെ മനസ്സിലൊരു ബേജാറിന്ത്, മക്ക ഇല്ലല്ലേ എன்ற ഒരു ബേജാറ് അയാള് ചൊല്ല സുറുവാക്കിട്ട് ആ ഹജ്ജ് പോണ്ടെ മനസ്സ എപ്പ നണ്ടൊട്ടുക്ക് ചൊന്നുറ നിന്റെ മക്കളെ കൊണ്ട് നാ സ്വത്ത് പോയിര നക്ക് മക്ക വേണ്ടാണ്ട് വിചാരിച്ചിര കൊല്ലുവാണ്ട് വിചാരിച്ച ഇതെല്ലാം കേൾക്കുമ്പോ ഈ മനസ്സ് ചൊല്ലറു നക്കയിൽ പിന്നെ മക്ക വേണോണ്ടൊരു ആശ വന്നിട്ടില്ല. ഇതുപോലെ ഉള്ള മക്കൾ ഒരുപാടുണ്ടായിട്ട് കാര്യമില്ല. ആൺമക്കൾ ഉണ്ടായിട്ട് കാര്യമില്ല, പെൺമക്കൾ ഉണ്ടായിട്ടും കാര്യമില്ല. നമുക്കൊക്കെ ഒരു വേർതിരിവുണ്ട്, ആണ് പെണ്ണ് അല്ലെ. ഇന്ന മക്കൾ ഇതില് ഞങ്ങൾക്കൊരു യാര പറോടി കബാബ് പീസ് വലിയത് മോണുകും അല്ലെ, മോളുകും ചെറിയത്. പെൺമക്കളിട്ട് ക്ലാസ് എടുക്കുമ്പോ ഒപ്പ കേട്ടെങ്കിൽ ഉമ്മ കാറിട്ട പിരിസാണ്ട് കേട്ടെങ്കിൽ മൂത്തോണ്ടട്ടെ എല്ലാം ഉണ്ടട്ടെ ആൺമക്കളിട്ടുകെ പിരിസാണ്, അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനല്ല.
ഉമ്മാക്കും ഉപ്പാക്കും എപ്പോഴും പിരിസ പെൺമക്കളോട് തന്നെയാണ്. പക്ഷെ അത് തിരിച്ചറിയണമെങ്കിൽ മങ്ങിലാവണം. മങ്ങിലായാൽ പിന്നെ അത് കറക്റ്റ് അറിയുന്ന എങ്ങനെ പെൺമക്കളോടാ പിരിസ ആൺമക്കളോടാ പിരിസാന്ന്. ഏതുമാകട്ടെ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. മക്കൾക്ക് തോന്നണം ഉമ്മക്ക് നണ്ടിട്ടുക പിരിസമുണ്ടോ, അബ്ബക്ക് നണ്ടിട്ടുക പിരിസമുണ്ടോ. 7th പഠിക്കുന്ന മക്ക ഇന്ന് കഞ്ചാവിന്റെ പിന്നിലാണ്. എത്ര വയസ്സാണ്? 16 വയസ്സുള്ള ഒരു മോളെ വയറുവേദന കൊണ്ട് മാംഗ്ലൂരിൽ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് 6 വർഷത്തെ പെണ്ണ്. എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ട് അവസാനം ഡോക്ടർ പറഞ്ഞത് അവളെ ഭയത്തിൽ ലഹരിയുണ്ടു അല്ലെ. ഇന്ന് ഗാഞ്ചയും മറ്റുള്ള ഒരുപാട് ലഹരികൾ, പേരൊന്നും പറയുന്നില്ല, കൂലിയുള്ള വിഷയമല്ലല്ലോ. ആൺമക്കളും പെൺമക്കളും വഴിതെറ്റിയിട്ട് ഇന്ന് ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് മക്കളെ സൂക്ഷിച്ചില്ലെങ്കിൽ നാളെ മഷറയിലെത്തുമ്പോ റബ്ബനാ അള്ളാഹുരട്ട് വിളിച്ചിട്ട് മക്ക സാപ്പ വയ്ക്കുന്ന ടൗണുണ്ടോ അല്ലാ അല്ലാ നാണിങ്ങനാവുക കാരണം തന്റെ ഉമ്മ, നാണിങ്ങനാവുക കാരണം തന്റെ അബ്ബ എന്നെങ്ങാനും മക്കൾ പറഞ്ഞു പോയാൽ ഈ മക്കളെ കൊണ്ടിട്ട് ഉമ്മയും ഉപ്പയും നരകത്തിൽ പോകുന്ന ഒരവസ്ഥ വന്നാൽ അല്ലാഹുവേ നീ കാക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മക്കളോട് നല്ല പിരിസമുണ്ടാകണം അല്ലെ. ആൺമക്കൾക്കല്ല വേഗം മങ്ങിലാക്കി കൊടുക്കണം. ആൺമക്കൾക്ക് വേഗം മങ്ങിലാവണം. ഒരു 25-25 വയസ്സാകുമ്പോഴെങ്കിലും നമ്മുടെ ആൺമക്കളുടെ മംഗലം കഴിയണം. ഇപ്പൊ ഉമ്മകബ്ബകളുടെ ബേജാറ് യാറെ പെൺമക്കളെ വിഷയത്തില് ഓളുക്ക് എന്താക്കടി, ഓളുക്ക് ഒരു മങ്ങിലാക്കണ്ടേ. മോണുണ്ട്, മോന്റെ വിഷയമുണ്ട്, മോന്റെ വിഷയമേ ഇല്ല. എവിടെ വേഗം പാലക്കാർ വാതലാക്കിയ പിന്നെ ഉസ്താദ് ആവട്ട് നിങ്ങൾ നല്ല ഓർമ്മയാക്കിയാറല്ലേ, ഉമ്മക്ക് ഓർമ്മയില്ലാന്ന് അബ്ബ ഓർമ്മയില്ലാന്ന് ഇത്ര ബൽന്നറാണ്ട് അങ്ങ് വിഷയമേമത്തില്ല. പിന്നെ കേട്ടെങ്കിൽ ഇല്ലമ്മ ഉണക്ക് ബസ്സായിട്ടോ ബൽന്നര മാത്രം തെങ്ക് ബൽന്ന പോലെ ബൽന്നര മാത്രം ഉണക്ക് ബസ്സായിട്ടാണ് ഹൈക്കുന്ന അവർ വാദിച്ചൊന്ന് ബസ്സായാൽ പിന്നെ മങ്ങിലാക്കറല്ല, പിന്നെ മറിച്ചിട്ട് കബറിൽ കൊണ്ടേക്ക് എടുത്തര പിന്നെ മങ്ങിലാക്കുകയില്ല. അപ്പൊ പെൺമക്കളെ കൊടുക്കുമ്പോ ചെറുക്ക ഏജ് എത്ര ഏജ് തൊന്തരല്ലേ, ഏജ് തന്നെ 6 ആണ്ട് ഓളെ മൂത്തോണ്ടുണ്ട്. അതിനായിട്ട് 4 ഏജ് ജാസ്തി ആയതുണ്ട്. അത് ഓർമ്മയില്ല അബ്ബക്ക്. മോളെ കൊടുക്കുമ്പോ ഏജ് ഭയങ്കര ബിസിയാ, മോണ്ട മങ്ങിലാക്കുമ്പോ ഏജിന് വിഷയമില്ല. ആ രൂപത്തിലാവരുത്. ആണിനും പെണ്ണിനും ആ സ്നേഹം എന്നുള്ളത് ഉമ്മയിൽ നിന്ന് കിട്ടണം, ഉപ്പയിൽ നിന്ന് കിട്ടണം. അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അതുകൊണ്ട് മക്കളെ നല്ല രൂപത്തിൽ വളർത്തണം. മക്കൾക്ക് ഹറാമുകളിലേക്ക് കാരണമാവരുത്. ചെറിയ മക്കളിൽ ഫോൺ കൊടുക്കരുത്. അവർ യൂട്യൂബിന്, മൊബൈലിന്, സോഷ്യൽ മീഡിയകൾക്ക് അവർ അടിമകളാകുന്ന പോലെ അല്ലെ. 3ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്തത് കേട്ടിട്ടുണ്ട്. 6 വയസ്സുള്ള മോന് മൊബൈൽ ഫോണിന്റെ വിഷയത്തിൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്തത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മ ഒരുമിച്ചിരുന്ന് ഖുർആനോത്, ഒരുമിച്ച് നിസ്കരിപ്പിക്ക്. പൊന്നുമക്കൾക്ക് ചരിത്രം പറഞ്ഞു കൊടുക്ക്. നമ്മുടെ മക്കൾക്ക് യൂസുഫ് നബിയുടെ ചരിത്രം അറിയില്ല, സുലൈമാൻ നബിയുടെ ചരിത്രം അറിയില്ല, മൂസാ നബിയുടെ ചരിത്രം അറിയില്ല, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബിയുടെ ചരിത്രം അറിയില്ല. ഉമ്മ പറഞ്ഞു കൊടുക്ക്, ഉപ്പ പറഞ്ഞു കൊടുക്ക്. അല്ലെങ്കിൽ ചരിത്ര സംബന്ധമായ മറ്റുള്ള വിഷയങ്ങൾ പറഞ്ഞു കൊടുക്ക്. ഈ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അത് അല്ലാഹുവിന്റെ വഴിയിലുള്ള ദീനാണ്, ഇൽമാണ്. മറ്റൊന്ന് മുഹബ്ബത്തെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഉസ്താദ് പറഞ്ഞ പോലെ നബി തങ്ങളൊട്ടുള്ള പിർസ, ആ പിർസ നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും പ്രശ്നമില്ല. പിന്നെ മക്കള് വഴിതെറ്റൂല. മക്കള് സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയാൽ, മക്കളെ ഖൽബിലേക്ക് മുത്ത് റസൂലുള്ള കടന്നു പോയാൽ പിന്നെ ആർക്കും പഴപ്പിക്കാൻ കഴിയൂല. സ്വലാത്തിലൂടെ രക്ഷക്കുള്ള വഴിയാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. സ്വലാത്ത് നല്ലോണം ചൊല്ലാം. കൗണ്ടർ മാത്രം കയ്യിൽ പിടിച്ചങ്ങ് വയ്യാവല്ലേ അല്ലെ. ഓടിയോണ്ട് പോണ്ട് വേറെ ആളിട്ട് പോണ്ട പെൺമക്ക ആൺമക്കായ തസ്ബീ കൗണ്ടർ അതെന്തും ഉള്ളത് കൊണ്ടായില്ല. ഖൽബിലേക്ക് കടക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ മക്കൾ ചൊല്ലണം. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. കണ്ട ഈ മുത്താലി മക്കളുടെ മുണ്ടാസ് കെട്ടിയിട്ട് നല്ല മനോഹരമായ ഡ്രസ് ഇട്ടിട്ട് ആ മുത്താലി മക്കൾക്ക് അവരുടെ ഉമ്മാക്ക് ഉപ്പാക്ക് ആസ തന്റെ മോണ് പഠിച്ചിട്ടൊരു ആലിമാവണോ, അതൊരു വലിയ ബർക്കത്താണ്. ഞാൻ പറഞ്ഞപ്പോ തന്നെ ഡോക്ടർ ഷെയ്ഖ് ബാവാജിയോട് എത്ര മുത്താലി മക്ക ഉണ്ട്, ഫുഡ് എങ്ങനെ എല്ലാം അൽഹംദുലില്ലാ ഇവിടെ ഉത്തല്ല കൊടുത്തോണ്ടുള്ള ഭാര്യ നല്ല സഹകാരം അൽഹംദുലില്ലാ. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ഈ മുത്താലി മക്കൾ നാടിന്റെ ബർക്കത്താണ്, നാടിന്റെ അഭിമാനമാണ്, നാടിന്റെ സന്തോഷമാണ്, ഖബറാളികൾക്ക് ആശ്വാസമാണ്. ഓരോ വീട്ടിലേക്കും ബർക്കത്താണ് മുത്താലിം അല്ലേ. നമ്മളെ മക്കളെ പോലെ കാണണം മുത്താലിം. ചിലർ അങ്ങനെ ഉണ്ട്. എന്തൊരു ബാബ മുത്താലിമൊക്കെ തൂക്കുര വറക്ക് തൂക്കുര സുബൈക്ക് ജാബ് പോണെന്ന് കണ്ട് ഓതിയിട്ട് കിടന്ന് ഏതെങ്കിലും ഒരു മുത്താലിമും സുബൈക്ക് വറക്ക് തൂക്കി ഇതാവല്ല വറക്ക് തൂക്കുരൻ അങ്ങനെ ഓന്റെ മക്കമാ തൂക്കുരല്ല വലിയ ഫലിച്ചിട്ട് കടന്നിട്ട് ഉറങ്ങിയിട്ടും DBC ഇല്ല തപ്പിയിട്ടതല്ലേ. അങ്ങനെയല്ല ഫിത്തിനാക്കുന്ന പറഞ്ഞാവോ തീര ഫിത്തിന മുത്താലി മക്കളെ ആക്ക തീര, കമ്മിറ്റിക്കാക്ക തീര, രായത്തങ്ങളെ ആക്ക തീര, ആരെ ഫിത്തിനാക്കാൻ പാടില്ല. മുത്താലിമീങ്ങൾ വലിയ ബർക്കത്താണ്, വലിയ കാവലാണ്. അല്ലാഹു തആല ദർസ് ഈ നാട്ടിൽ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി കൊടുക്കട്ടെ. ദർസിന്റെ മുത്താലിം മക്കൾക്ക് ഫുഡ് കൊടുക്കുന്നവർ അവർക്ക് റഹ്മത്തും റാഹത്തും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. ഇനിയും ഒരുപാട് മുത്താലിമീങ്ങൾ ഉണ്ടാകാൻ അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാ. അങ്ങനെയാണ് വലിയ ബറക്കത്താണ്. മക്കള് ദീന പഠിക്കൽ ബറക്കത്താണ്, കാവലാണ്.
ഒന്ന് മയ്യത്ത് മരിച്ചാൽ അല്ലെ, ഉപ്പാന്റെ മയ്യത്തിന്റെ അടുത്ത് വന്നിട്ട് മയ്യത്ത് നിസ്കരിക്കുന്ന മോൻ അല്ലെ, നമുക്കൊരാശയില്ലേ, മറിച്ച് അബ്ബരെ മയ്യത്ത് നിസ്കരിക്കരെ പോലത്തെ ഒരു മോണും മരിച്ച ഉമ്മരെ മയ്യത്ത് കുൽപ്പാറ്റ പോലത്തെ ഒരു മോളും. അത് നമ്മുടെ ആശയാണ്, ആഗ്രഹമാണ്. അള്ളാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. മയ്യത്ത് ഇതിനിടയിൽ ഗൾഫിടെ വന്നവർ മോണു മയ്യത്ത് നിസ്കാരത്ത് കൈകെട്ടിയിട്ട് നായിന്റെ പള്ളി കൈകെട്ടിയിട്ട് 4 5 6 അള്ളാഹ് നിപ്പട്ട വിഷയമേലും പെറുത്താറപ്പിട്ട് നിപ്പട്ടിയത് ഉണക്ക് 7 ആയിട്ടില്ലല്ലേ പെരുന്നാൾ കണ്ട വന്ന് ഓർമ്മയുണ്ടോ 7 വട്ടം അള്ളാഹ് പറക്കിയത് 7 ആയിട്ടില്ല എന്റെ ഗടി പിടി ആരാ പറയുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരു പരിസ്ഥിതി ഗൊന്തുണ്ടാവത്തുള്ള വിഷയം മോണുണ്ട് നിസ്കരിക്കോ മോണുണ്ട് മുഞ്ഞാണ്ടൊരു മക്കത്ത് മോണുണ്ട് കേട്ട ഗൊന്തുണ്ട ദിക്കർ ഗൊന്തുണ്ട അവരൊത്ത് മറിച്ച് 2 കേട്ട പിന്നെ വല്ല വെറുതെ അറിയാം. എങ്ങനെ ഈ അവസ്ഥയാണ് ഗൊന്തുണ്ടില്ലേ എന്ത് അങ്ങനത്തെ വിഷയം ഒന്നുമില്ല. മോണ് നിസ്കരിക്കണമേ ഉസ്താദിക്കലോടെ മോണുള്ള മോണ്ടിട്ടൊന്ന് ദ്വാരപ്പാട്ടി നോക്കണം. നോക്കാം മൂന്നാമത്തെ അല്ലാഹു അക്ബർ ആക്കിട്ട് എന്ത് ചൊല്ലണം? ശുദ്ധിയില്ലേ ഒത്തരമെല്ലാം വിളിച്ച് കേട്ട ഗൊന്തുണ്ട് എന്തെ 4 തക്ബീരിട്ടിട്ട് സലാമിട്ട് കൈത്തല്ല ഉസ്താദ് നോക്കു ബിസി അതല്ലൊക്കോ അതിരേട്ടയിൽ ഓതണം അങ്ങനത്തെ വിഷയം ഒന്നുമില്ല. ഇങ്ങനത്തെ ആവരുത്. നല്ല സാലിഹീങ്ങളായ മക്ക. പിന്നെ ഒരാൾ ചൊന്നത് കേട്ടേ മയ്യത്തല്ല നിസ്കരിച്ചിട്ട് ചങ്ങായിമാരോട്ട് കേൾക്കറല്ല എങ്ങനെയായിരുന്നു എന്റെ മയ്യത്ത് നിസ്കാരം ആരാ അപ്പടെ മയ്യത്ത് നിസ്കരിച്ചിട്ട് മോണ് കേൾക്കറേ എങ്ങനെയായിട്ട് ഇതിന്റെ ഫുഡ് തിന്നിട്ട് നല്ല ഹോട്ടലിനോട് സപ്ലൈ എങ്ങനെയായിട്ടുണ്ട് കേട്ട പോലത്തെ വിഷയം മയ്യത്ത് നിസ്കരിച്ചിട്ട് എങ്ങനെയായിട്ട് ഈ രൂപത്തിലാകാൻ പാടുള്ളതല്ല. സാലിഹീങ്ങളായ മക്കളെ വളർത്തണം. ഉമ്മാക്ക് ദ്വാരക്കുന്ന മക്കൾ, ഉപ്പാക്ക് ദ്വാരക്കുന്ന മക്കൾ, അങ്ങനെയുള്ള മക്കളെ വളർത്തിയെടുക്കേണ്ടതാണ്. സാലിഹീങ്ങളാകണം. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. സാലിഹീങ്ങളായ മക്കളെ കൊണ്ടല്ല. ആണായിട്ട് വലിയ പ്രയോജനമില്ല, പെണ്ണായത് കൊണ്ട് നഷ്ടമില്ല. പെണ്ണാവനാണ് ഏറ്റവും വലിയ ബറക്കത്ത്. പെണ്ണിന്റെ സന്തോഷം ആൺമക്കളെ കൊണ്ട് കിട്ടുന്നില്ല. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു പെൺമക്കളെ ഗിഫ്റ്റ് കൊടുക്കുന്നു. ആദ്യം അല്ലാഹു പറഞ്ഞത് പെണ്ണാണ്, പെണ്ണ് ബറക്കത്താണ്, പെൺമക്കള് സമാധാനമാണ്, പെൺമക്കള് സന്തോഷമാണ്, പെൺമക്കൾ ഐശ്വര്യമാണ്. ഇതൊക്കെയാണ് ജാഗ്രതയോടെ പോറ്റി വളർത്തിയാൽ. അല്ലെങ്കിൽ ഈ പെൺമക്കൾ മുസീബത്തായിട്ട് മാറും. ഈ മേക്കപ്പിന് വേണ്ടി, ഈ ഡ്രസ്സിന് വേണ്ടി, ഈ ഫോണിന് വേണ്ടി, ഈ കോഴ്സുകൾക്ക് വേണ്ടി, അവരുടെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉമ്മാന്റെ ഇസ്സത്ത് കെടുത്താൻ, ഉപ്പയുടെ ഇസ്സത്ത് കെടുത്താൻ, നാണം കെടുത്തിക്കളയാൻ ഈ രൂപത്തിലായിട്ട് മുസ്ലിം ആയെങ്കെന്ത്, ഹിന്ദു ആയെങ്കെന്ത്, ക്രിസ്ത്യാനി ആയെങ്കെന്ത്, നിരീശ്വരവാദിയായെങ്കെന്ത് ആണല്ലേ എന്നൊരു ചിന്തയിലേക്ക്, എന്നൊരു ഓർമ്മയിലേക്ക്, എന്നൊരു നീയത്തിലേക്ക് ഈ സമുദായത്തിന്റെ പെൺമക്കള് വഴിതെറ്റുമ്പോ ഉമ്മ ഉസ്താദിന്റെ വയലാ മക്കള് കേൾക്കണമെന്നില്ല, ഖുർആൻ ക്ലാസ് ഉസ്താദ് കേൾക്കണമെന്നില്ല. ഉമ്മ നീ ഉസ്താദാകണം, ഉപ്പാ നീ ഉസ്താദാകണം. നിന്റെ മക്കൾ വഴിതെറ്റിപ്പോയാൽ നിനക്കിലാണ് നരകമാണ്. നിനക്ക് ദ്വാരക്കാൻ, നിനക്ക് ഖുർആനോദാ, നിനക്ക് സദഖ ചെയ്യാൻ ആരുണ്ട്? അതുകൊണ്ട് മക്കളെ സ്വാലിഹീങ്ങളാക്കി വളർത്തിയെടുക്കണം. അല്ലാ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അതിന് ദ്വാരക്കണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഈ ദ്വാരക്കണം എന്നാൽ ഭാര്യ നന്നാകുന്നു, ഭർത്താവ് നന്നാകുന്നു, മക്കള് സ്വാലിഹീങ്ങളാകുന്നു. ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നു. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? കൺകുളിർമയാകൽ എങ്ങനെയാണെന്നറിയോ? നീ സുബഹിക്ക് 3:30 എണിച്ചിട്ട് നോക്കുമ്പോ നിന്റെ മക്ക തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദ്വാരക്കര പോലത്തെ പരിസ്ഥിതി. നീ സുബഹിക്ക് 1:05 നോക്കുമ്പോ നിന്റെ പെഞ്ഞായി നിസ്കരിച്ചിട്ട് ദ്വാർന്നുകൊണ്ടുള്ളാല്. ഉമ്മ നീ എണീക്കുമ്പോ നിന്റെ ഭർത്താവ് എണിച്ചിട്ട് ദ്വാർന്നുകൊണ്ടുണ്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട്. ഇത് കണ്ണുകൊണ്ട് ദുനിയാവിൽ കാണലാണ്, ദുനിയാവിൽ മക്കളെ കൊണ്ടുള്ള സന്തോഷം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതാ 2 ഗಂಟೆ കെഞ്ചു നോക്കിയെങ്കും മോൺ ഉറങ്ങിയിട്ടില്ല, ഓൺലൈനിലേ ഉള്ള അല്ലെ, മോൾ ഉറങ്ങിയിട്ടില്ലേ, ഓൺലൈനിലുണ്ടോ കേൾക്കുമ്പോ പ്രൊജക്ട് ഉണ്ടോ, അജക്ട് ഉണ്ടോ, ഇജക്ട് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്തങ്ങളായ കാരണം അല്ലെ. ഒരു ഉസ്താദിരട്ട് പോയിട്ട് എന്ത് യാറെ പറഞ്ഞു അങ്ങ് പിന്നെ ലാസ്റ്റ് ഉസ്താദ്മാരട്ട് പോകണ്ടല്ല, ഫസ്റ്റ് പോകണ്ടേ ബാണിയാക്കിയിട്ട് പൊട്ടിയിട്ട് പാളീസായാൽ പിന്നെ ഉസ്താദ് ഒരു പോണല്ല കുറത്തെ പിടിച്ച പോയ ഉസ്താദ് എന്താക്കി തണ്ടല്ലാണ്ട് തണ്ടിലാണ്ട് ചൊല്ലുമില്ല, തണ്ടുമില്ല. നിങ്ങൾ സ്വലാത്ത് ദ്വാരക്കണം 100 പോണം ഉറുപ്പ എപ്പ ഹൈക്കുന്ന ഒരു തിങ്കള മുന്നോട്ട് കളക്ഷൻ ആയി സഹായിക്കണം അടിക്ക് തലയിട്ടോണ്ട് മേലെ തല എത്തിയിട്ടേ ഇല്ല. ഫോണാളിലാക്കി അക്കൗണ്ടിൽ ഇത് കൊടുത്തിട്ടില്ല, പിന്നെ ഇത് ഫോൺ ടിക്കറ പിന്നെ ഇങ്ങനെ കൊടുക്കാത്തത് ഫോണാളിലാക്കേണ്ടത്. അതൊരു ഫോണാളായി വൈക്കട്ടെ കൊടുത്താണ് ഇല്ല, അത് പോകണ്ടേ, അത് പോവണേ. അള്ളാഹു ഞങ്ങളെ സലാമത്താക്കട്ടെ. ഏതോ ആകട്ടെ ഉസ്താദിട്ട് വിളിച്ചെന്നാൽ ഉസ്താദ് നന്റെ മോള് കുർബാനിയുടെ ഉപദ്രവം, മോള് കുർബാനിയുടെ ഉപദ്രവം എന്ത് വിഷയാ എന്നില്ല ഉസ്താദ് ഫോൺ ആക്കിയതിനല്ല ജാ വർക്കിൽ മുണ്ട് വർക്ക് എന്തിനാക്കട്ടെ. അയാൾ ഗൾഫിലുണ്ട്, മങ്ങിലാക്കി കൊടുക്കണ്ടേ. ഇപ്പൊ ഇങ്ങനെയുള്ള മുണ്ടെങ്കിലും മങ്ങിലായോ ഈ ഉമ്മമാർ എല്ലാം ബേജാറിದೆ. നന്റെ മോള് പോയവിടെ എന്തിനാ അവിടെ മാൻ, നന്റെ മോൾക്ക് എങ്ങനത്തെ മാമി കിട്ടുമാൻ, നന്റെ മോളില് ഇതേ ടെൻഷൻ. ഉമ്മ എല്ലാവരും മാറും അതേ ടെൻഷൻ. അള്ളാഹു മക്കൾക്കൊക്കെ ഹൈർ നൽകട്ടെ. ഏതോ ആകട്ടെ റുവാന്റെ ഉപദ്രവം എന്തിനാ ഉപദ്രവം ജാ വർക്കിലുമുണ്ട് വലിയ വിഷയം എന്തല്ല. വർക്കിൽ ഓരോരുത്തർ എന്തെല്ലാം ഉണ്ടെന്ന് ഗലാട്ടാക്കുന്നു. ഓരോരുത്തർ പെഞ്ഞായിട്ട് അറസ്റ്റ് വർക്കിൽ ഗലാട്ടാക്കി അടിച്ച് അടിക്കുന്ന ആളുകൾ ചൊട്ടിട്ടായിരുന്നു കൊന്തിയായിട്ടില്ല. പിന്നെ പോൾമൺ അടിച്ച കൊണ്ട് വെക്കല വർക്കിലായെങ്കിൽ സമാക്കാം. റുവാന്റെ ഉപദ്ര എന്ത് റുവാന്റെ ഉപദ്ര വർക്കിലുമുണ്ട്
ನಾನು ಉಸ್ತಾದ್ ಇಸ್ಮು ಅದೆಲ್ಲ ಕೊಡ್ತು ഒരു വാർത്ത ബാ നീ കുറുക്കല്ലാക്കി തന്നെ ഇതെല്ലാം കൊടു പിന്നെ ചൊന്നിട്ട് ഉസ്താദ് ചെന്നോളൂ ഒന്ന് ചെറുപ്പല്ലേ മാച്ചിലെടുത്തിട്ട് 3 വട്ടം ഔത് ചെന്നിട്ട് ഒരു അടി അടിക്കണോ വർക്കൽ കൊണ്ടുമ്പോ പിന്നെ നോക്കാം എന്താ ഞാൻ അവരുടെ പറഞ്ഞിട്ട് അയാൾ സമാധാനത്തിൽ അയാൾ 500 എടുത്തിട്ട് അയാൾ വിട്ടു എന്താ അല്ലെ ഉപദ്രവം ഉണ്ടെങ്കിലേക്ക് പിന്നെ ഒരു വാരം വിട്ടിട്ട് പെണ്ണിങ്ങ വന്നപ്പോ കേട്ടി എങ്ങനെ ഉണ്ടു ശരിയായിട്ട് അതെ ഉപദ്രവിത്തില്ല ഉസ്താദ് ഓക്കെ എന്ത് ഉപദ്ര നോക്കുമ്പോ ഇതിന്റെ ഉപദ്ര റുവാന്റെ ഉപദ്ര ഇത് ഓളൊട്ടിಗೆ ಮೊಬೈಲ್ ഉമ്മ ಬಂದಿಲ್ಲ ಇದು ಬೇರೆ ಮೊಬೈಲ್ ಎಲ್ಲ ಚೊಲ್ಟೆ ಹೋಗಿಲ್ಲ ಅದು ವಿಷಯ ಎಂದ್ರೆ ಆಯ್ತು ಎಂದೆಲ್ಲ ತಿಂಡ್ರಾಲ್ ಎವಡೆಗೆಲ್ಲ ಹೋಯ್ರಾಲ್ അപ്പൊ ഉമ്മ വന്നിട്ട് ഉസ്താദ് അത് റുവാന്റെ ഉപദ്ര അല്ല ഉസ്താദ് അത് ഇൻസാന്റെ ഉപദ്ര ഏത് ಬೇರೆ ಅಲ್ಲಟ್ಟು ಫೋನ್ ಈ ഒരു ಪರಿಸ್ಥಿತಿ ഉമ്മക്കിതിരെ വിഷയം gontikilla അബ്ബ gontikilla ഏതൊരു പരിസ്ഥിതിയിൽ ഞങ്ങളെ മക്കളുള്ള ആൺമക്ക പെൺമക്ക ഏത് ലെവലിൽ അങ്ങ് ജീവിച്ചുകൊണ്ടുള്ള വിഷയ ഉമ്മകും അബ്ബകും ഒന്നാവാത്തൊരു പരിസ്ഥിതി വന്നെങ്കും നാളെ മഷറ വൻസഭയിലേക്ക് എത്തുമ്പോ ഈ മക്കളെ പറ്റിയിട്ട് അള്ളാഹു ചോദ്യം ചെയ്യുമ്പോ അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണം അല്ലാ അത് ഫിത്നയാണ് വഅലമൂ അന്നമാ അംവാലുകും ഔലാദുകും ഫിത്ന ഈ ഒരു ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ മക്കൾക്ക് നല്ല ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം മക്കളെ സ്നേഹിക്കണം മക്കളെ നല്ല കാര്യം ഉണ്ടാകണം മക്കളെ നല്ല ജാഗ്രതയുണ്ടാകണം എല്ലാ വശങ്ങളും മക്കളുടേതറിയണം ഫർളുകൾ വീട്ടുന്നവരാകണം എല്ലാം അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ രണ്ടാമത്തേത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതമാണ് കല്യാണത്തിലൂടെയാണ് ഇത് ആരംഭിക്കുന്നത് നിക്കാഹിലൂടെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് നിക്കാഹ് കല്യാണം കഴിയുക നിക്കാഹ് കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കല്യാണങ്ങളൊക്കെ ഇന്ന് അവസ്ഥ എന്താണ് ഞങ്ങളുടെ സമുദായത്തെ മങ്ങിലത്തെ അവസ്ഥ ഏതെല്ലാം രൂപത്തിലാണ് അതൊന്നും പറയാൻ നിൽക്കുന്നില്ല ഇത്തഖിൽ മഹാരിം തകുൻ അബദന്നാസ് ഹറാമുകളിൽ നിന്ന് എല്ലാം വിട്ടു നിൽക്കണം മംഗലത്തിൽ നമ്മുടെ വീട്ടിലെ കല്യാണം അത് പാവപ്പെട്ടവന്റേതാണെങ്കിലും പണക്കാരന്റേതാണെങ്കിലും ഈ കല്യാണത്തിൽ ഹറാമുകൾ കൂടിക്കലർന്നാൽ മക്കൾ സാലിഹീങ്ങളാവൂല മക്കൾ ഉപകാരപ്പെടൂല കുടുംബത്തിന് സമാധാനം ഉണ്ടാവൂല ഹറാമുകളില്ലാത്ത കല്യാണം ഒരു വാരം ഒന്നും സ്റ്റാർട്ടാവിടെ മങ്ങില കളറ് വ്യത്യസ്തല്ലേ ഫ്രണ്ട്സിന് വേറെ ഓരോന്നിന്റെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരാഴ്ച 10 ദിവസം 15 ദിവസം മംഗലം ഇൻവിറ്റേഷൻ കാർഡ് പോലും അതേ കളർ അല്ലെ ബ്യൂട്ടിഫുൾ ഇത് കണ്ടിട്ട് ഒരു മാഷാ അല്ലാഹ് അല്ലെ ഇത് കണ്ടിട്ട് മാഷാ അല്ലാഹ് ആണല്ല പറയേണ്ടത് നഊദു ബില്ലാഹ് ഇന്നാ ലില്ലാഹ് എന്തൊരു മുസീബത്താണ് എന്തൊക്കെയാണ് ഇതെല്ലാം പരസ്യമാക്കിയിട്ട് പരസ്യമായി ചെയ്യുന്ന തെറ്റ് രഹസ്യമായ 100 തെറ്റിനെ കാട്ടിയും വലുതാണ് സീക്രറ്റായ 100 തപ്പുര കാട്ടി റബ്ബറൊട്ടുക ശിക്ഷയുള്ള വിഷയ പരസ്യമായ ഒരു തെറ്റാണ് അല്ലാഹു തആല ലാ യുഹിബ്ബുല്ലാഹുൽ ഫുഷ് അല്ലാഹു ഫുഷ് ഇഷ്ടപ്പെടുന്നില്ല അല്ലാഹുക്ക് അത് ഇഷ്ടമല്ല അല്ലാഹുവിന് അത് ഇഷ്ടമല്ല ഈ മോശങ്ങളായ അവസ്ഥകൾ ഉമ്മ ഉപ്പ ഒന്ന് തീർമാനിക്കണം നണ്ടൗത്ത് നണ്ടമോന്റെ മങ്ങില നണ്ടമോളെ മങ്ങില അല്ലാഹും അവന്റെ റസൂലും പൊരുത്തപ്പെടാത്ത ഒന്നും ഉണ്ടാകാൻ പാടില്ല ഏതുമാകട്ടെ 4 കാര്യം വിജയമാണ് അതിൽ ഒന്നാമത്തത് സാലിഹത്തായ ഭാര്യയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു മറ്റൊരു ഹദീസിൽ കാണാം വസൗജുൻ സാലിഹ് അല്ലേ നല്ല ഭർത്താവും നല്ല ഭാര്യ സ്വാലിഹായ ഭാര്യ സ്വാലിഹത്തായ ഭാര്യ സ്വാലിഹായ ഭർത്താവ് ഇത് കിട്ടുക കല്യാണം കഴിക്കുമ്പോ ദീനുള്ളവളെ നോക്കിയിട്ട് കെട്ടണമെന്നാണ് ദീന് നോക്കണം ആണും പെണ്ണും നോക്കേണ്ടത് ദീനാണ് കളറല്ല മോഡലല്ല സമ്പത്തല്ല സ്വത്തല്ല അല്ലെ ഇപ്പൊ പ്രദക്ഷിണ എന്തില്ല പിന്നെ ഇപ്പൊ ബ്രോക്കർ റേറ്റ് കേൾക്കേ മൂത്തോലുക എത്ര ഇട്ടാൾ മൂത്തോലുകോ എത്ര ഇട്ട് അതിൽ എന്ത് ആസ്തി ഉണ്ടോ അപ്പമേ കണക്കൂട്ടിട്ടായിട്ട് മരിച്ചെങ്കിൽ കണ്ണും പോയെങ്കിൽ നമുക്ക് ഇത്ര കിട്ടും ഓതി കേക്കറില്ല ഡിമാൻഡ് വെച്ച കാലത്ത് ചില്ലറ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിരായിട്ട് വലിയ മുസീബത്തിപ്പ പിന്നെ അല്ലെ ചന്ത ഇല്ലാണ്ട് കണ്ടെങ്കിൽ എന്തിനും വേണ്ട ഈ ഒരു അവസ്ഥ പാടില്ല ആ സ്വാലിഹത്തായ ഒരു പെണ്ണ് സ്വാലിഹായ ഒരു ഭർത്താവ് ആ നീയത്തിലാണ് തേടേണ്ടത് ഇതങ്ങനല്ല ബസ് സ്റ്റാൻഡിൽ നിന്റെ അവിടെ ഇതമൊളിഞ്ഞവ നിന്റെ അപ്പയുടെ പേരെന്തിനാ നിന്റെ അപ്പയുടെ നമ്പർ ഇതാ അദ്ദേഹം പിന്നെയും തന്നില്ല പിന്നെ കോളേജിൽ കണ്ടവർ റോട്ടിൽ കണ്ടവർ ഹോസ്പിറ്റലിൽ കണ്ടവർ ഒരു വക്കത്ത് ഹോസ്പിറ്റലിൽ നോക്കിയ ഒരു പെണ്ണിന്റെ മങ്ങിലായിട്ട് പിന്നെ നോക്കുമ്പോ ടോയ്ലറ്റ് പോയിട്ട് ചിൽക്കിട്ടെങ്കിൽ ഭർത്തേ വെള്ളമാണ് മക്കളേതാ ബൊബിട്ടെങ്കിൽ പോപിടിച്ച് പോകുന്നു നീക്കൊല്ല നല്ല മക്കൾ ഹോസ്പിറ്റലിൽ പോയി പറയുമ്പോ ഒരു ചന്തത്തെ പെണ്ണിടെ നോക്കിയിട്ട് ഗുരുത്തായിട്ട് ആ ഉണ്ടായിട്ട് മങ്ങിലായിട്ട് ബാത്റൂം ഒരു ബണ്ടമേ ഇല്ല രണ്ടെണ്ണം നോക്കും വിട്ടു നോക്കുമ്പോ ലാട്ട ഉത്തരങ്ങൾക്കുള്ള ഫോൺ ആക്കിട്ടാ ചെന്നാൽ ടാബ്ലറ്റ് ഉണ്ട് അത് മാത്രം ഞങ്ങൾ തറവ് വിട്ടു ടാബ്ലറ്റ് പെർമനന്റ് അപ്പൊ അങ്ങ് കേട്ടാൽ നിങ്ങൾ ചൊല്ലണ്ടേ ഫസ്റ്റ് ടാബ്ലറ്റ് ഉണ്ടല്ലോ ചൊല്ലണ്ടേ അങ്ങ് കേട്ടാൽ നിങ്ങൾ ഫസ്റ്റ് കേൾക്കണ്ടേ ഹോസ്പിറ്റലിൽ എന്തൊക്കെ വന്നിട്ടുണ്ട് ഇത് ഭർത്താക്കൊക്കെ വന്നിരുന്ന പിന്നെ നിങ്ങൾ ചൊന്നിട്ടില്ല വേണ്ടാണ്ട് നിങ്ങൾ മേലെ ഒറ്റയാക്കി ഇങ്ങനത്തെ പരിസ്ഥിതി എന്തിനില്ല ഏതൊന്നില്ല ഒട്ടാസി ചന്ത കണ്ടെങ്കിൽ എന്തു ആവുന്നുള്ള അർത്ഥം പാടില്ല സ്വാലിഹത്തായ പെണ്ണ് സ്വാലിഹായ ഭർത്താവ് ദീനുള്ളവരെ കൊണ്ട് നീ വിജയിച്ചോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുണ്ടാകണം ഭാര്യക്കും ഭർത്താവിനും ആ ദീനില്ലാതെ എന്തുണ്ടായിട്ടും കാര്യമില്ല ദീനുള്ളവരെ നോക്കി തെരഞ്ഞെടുക്കണം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനുണ്ടാകണം. മംഗലത്തിന്റെ അന്നും നിസ്കാരം കളാക്കുന്നവർ ഒരു പെണ്ണോട് നിസ്കാരം കളാക്കണ്ടാന്ന് കേട്ടപ്പോ എഴുതിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ട് അപ്പൊ ഓളാക്കി മേക്കപ്പ് ഉള്ള ഫോണിലേ ഞാൻ കേട്ട മേക്കപ്പ് ഇടുകാറ് ചൊന്നറിയത് വിരുന്നാക്കുന്നത് ഓളാക്കി മേക്കപ്പ് പോകാതിരിക്കുന്ന ഇനി മേക്കപ്പ് ഓളാക്കി മേക്കപ്പ് പോന്ന ഇപ്പത്തെ മേക്കപ്പ് പൈൻറ്റടിച്ച പോലെ ഒരു വാരം 14 ഇരിക്കുന്നു 14 കഴിഞ്ഞ് നോക്കുമ്പോ കറുത്തിരിക്കുന്നു ഇപ്പൊ ഈ ആളെയല്ല ചേഞ്ച്. ഈ രൂപത്തിലുള്ളതാണ് കോലം മറിക്കലിൽ. അത് പെട്ടുപോകുമോ? ആധുനിക പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന് കോലം മറിക്കുന്നവരെ ഇഷ്ടമല്ല. ഈ മേക്കപ്പുകൾ ഒരുപക്ഷെ കോലം മറിക്കുന്നതിലേക്ക് പോലും എത്തിപ്പെടാൻ അവസരം വന്ന അങ്ങനെ കോലം മറിക്കപ്പെട്ടവർ നാളെ മഹ്ശറയിൽ കോലം മറിക്കപ്പെടുമോ? അള്ളാഹു കാകട്ടെ. അതുകൊണ്ട് നല്ലൊരു ഭാര്യ, നല്ലൊരു ഭർത്താവ് അങ്ങനെ ദാമ്പത്യ ജീവിതത്തിലേക്ക് തുടങ്ങിയാൽ എന്തെല്ലാം പ്രോമിസ് ഉണ്ടായി, എന്തെല്ലാം സത്യം. അവിടെ വിളിച്ചു പോകുന്നുണ്ട്, ഇവിടെ വിളിച്ചു പോകുന്നുണ്ട്. കരലെ, മുത്തേ, തേനെ, പാല് എല്ലാം വിളിച്ചിട്ട് എല്ലാം ഫസ്റ്റ് മാത്രം മംഗലായിട്ട് നോക്കുമ്പോ എന്തില്ല. പിന്നെ പാല് തരുന്ന ജീവനത്തിന്റെ പേര് വിളിക്കുന്നത് പോലെ അങ്ങനത്തെ വിടക്ക് ചീത്ത വിളിക്കുന്നത്. അങ്ങനെ ആവരുത്. ദീനുള്ളവരാകണം. നല്ല ദീനുള്ളത്. ഇപ്പൊ നിങ്ങൾ അന്തജാക്കണ്ട ഇതിന് ദീനുള്ള ദ്യൂട്ടറാക്കിട്ടത്. ഇപ്പൊ എന്താക്കുന്നത് ഉള്ളത് രജിസ്റ്റർ ആക്കിയോണ്ട് പോണ്ട്, കട്ടിയോണ്ട് മുട്ടിയോണ്ട് അല്ലെ. ഇപ്പൊ അന്തജാക്കിട്ട് പോണില്ല. പണ്ടേ നോക്കണേ ദീനുള്ളത്. അള്ളാഹു ഞങ്ങളെ ഭാര്യമാർക്ക്, ഭർത്താക്കന്മാർക്ക് അള്ളാഹു നീ ഖൈർ നൽകണം. അള്ളാഹ് നല്ല ദീനുള്ള പെണ്ണ്, നല്ല ദീനുള്ള പുതിയാപ്പള. ഇതാണ് നമ്മുടെ മക്കൾക്കും എല്ലാം നോക്കേണ്ടത്. അങ്ങനെയാണ് ദീനുണ്ടാകണം. ദീനില്ലാതെ എന്തുണ്ടായിട്ടും കാര്യമില്ല. അങ്ങനെ നല്ല ഏതൊരു പെണ്ണും മരിച്ചുപോയി, ആ മരിച്ചുപോയ പെണ്ണിന്റെ ഭർത്താവ് അവളെ തൊട്ട് പൊരുത്തപ്പെട്ടവനാണ്, സമാധാനപ്പെട്ടവനാണ്, സന്തോഷത്തിലാണ്. അവൾ സ്വർഗത്തിൽ കടന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവായ ആണിന്റെ പൊരുത്തം പെഞ്ഞായിയായ പെണ്ണിന് എപ്പോഴും വേണം. ഭർത്താവിന്റെ പൊരുത്തമില്ലാത്തോളം ഉംറ അള്ളാഹ്ക്ക് വേണ്ട. ഭർത്താവിന്റെ പൊരുത്തമില്ലാത്ത ഓൺലൈനോ ഓഫ്ലൈനോ മജ്ലിസുകൾ അള്ളാഹ്ക്ക് വേണ്ട. ഭർത്താവിന്റെ പൊരുത്തമില്ലാത്തവരുടെ സിയാറത്ത് അള്ളാഹ്ക്ക് വേണ്ട. ഭർത്താവ് ജീവനോടെ ബാക്കിയുണ്ട്, തലാക്ക് ചെയ്യാതെ ബാക്കിയുണ്ട്, എന്നാൽ അവളുടെ പൊരുത്തം അത്യാവശ്യമാണ്. അവന്റെ പൊരുത്തം അവൾക്ക് അത്യാവശ്യമാണ്. ഭർത്താവിടെ ഹസ്ബൻഡിനെ പുറത്ത് വേണു, എപ്പവും വേണത്. അത് ഉമ്മയുടെ ഒത്തുകു. നിന്റെ ഉമ്മയേക്കാൾ പെങ്ങളെ, നിന്റെ ഉമ്മയേക്കാൾ, നിന്റെ ഉപ്പയേക്കാൾ, നിന്റെ മക്കളേക്കാൾ അള്ളാഹും അവന്റെ റസൂലും കഴിഞ്ഞ പിന്നെ ഏറ്റവും നീ പിർസ വെക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും റെസ്പെക്ട് വെക്കേണ്ടതും നിന്റെ ഹസ്ബൻഡിനോടാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം ഈ പെണ്ണുങ്ങളെ ഔത്തുരങ്ങ ഹസ്ബൻഡിനെ പറഞ്ഞെങ്കിൽ കളിയാക്കിയെങ്കിൽ ചില പെണ്ണുങ്ങൾക്ക് ബേജാറാവില്ല. എല്ലാവർക്കും അല്ല, ബേജാറാവില്ല. അതേ സ്ഥാനത്ത് ഈ ഹസ്ബൻഡിന്റെ ഉത്തരങ്ങ ഈ ഒള്ളെ ഉമ്മരമ അബ്ബരമ എന്തെങ്കിലും ചൊന്നെങ്കിൽ പിന്നെ ഒരു വാരം ബേജാറ് അർസ ഇങ്ങനെ അല്ല. നിന്റെ ഉമ്മയെക്കാട്ടിയും നിന്റെ ഉപ്പയെക്കാട്ടിയും നീ സൂക്ഷിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും നിന്റെ ഭർത്താവിനെയാണ്, ഹസ്ബൻഡിനെയാണ്. അതെത്ര വയസ്സായെങ്കും സമ. ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെയുണ്ട്. ബാല്യത്തിലൊന്നും പ്രശ്നമല്ല. ബാലക്കാരായിട്ടിരിക്കുമ്പോ എന്നും പ്രശ്നമല്ല. വയസ്സാകുമ്പോ പെണ്ണുങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് എവിടെ പോയെങ്കിൽ എന്ത് ചെന്നാല് ഉടമേന്ദ്ര അടിഞ്ഞോണ്ടു ഒരു 4 പോരല്ലോ മോളെ ഒത്തു വേണ്ടി തെച്ചു പറഞ്ഞു. ഉടക്ക് പണ്ട് മോളെ ഒത്തു കേട്ടപ്പോ വേണ്ട വേണ്ട ഇവിടെ അങ്ങനെയുള്ള ഇങ്ങുള്ള പണ്ട് ഇപ്പൊ നോക്കർ തെച്ചു പറഞ്ഞു നോക്കാം. ഇമ കുറെ സ്വതന്ത്രമായിട്ട് ഒന്ന് ജാലിയാക്കാൻ ആരെ ഇയാളെ കടത്തുന്ന വയസ്സായിട്ടാകുമ്പോ അല്ലേ. എല്ലാരും പ്രിയപ്പെട്ട ഉമ്മാണ്ടല്ലോ വൃത്തി ആക്കിയിട്ടുണ്ടല്ലേ. അബ്ബക്ക് ബലമേ ഇല്ല. വാ എല്ലാരും ഉമ്മയുടെ മേവാതാക്കും അല്ലെ. വാദായങ്ങും സമ, ഡയലോഗ് ആയങ്ങും സമ, സ്റ്റേറ്റസ് ആയങ്ങും സമ, എല്ലാം ഉമ്മനെ പണ്ട് പറഞ്ഞു. നല്ലത്. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ഞങ്ങളെ ഉമ്മകൾ അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. മരിച്ചുപോയ ഉമ്മകൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഉമ്മമാരുടെ ദ്വാരക്കൊണ്ട് എല്ലാം വേണം. സൈഡിലൊരു അപ്പവും വേണം, വേണ്ടാണ്ടില്ലവാ. നിന്റെ ഉമ്മക്ക് സ്വർഗത്ത് പോണാണ്ടായെങ്കിൽ നിന്റെ അപ്പടെ പുറത്ത് വേണോ അല്ലേ. ഒരു പക്കത്തേക്ക് വിളിച്ച പോയർത്ത വാസ്തു നോക്കൊണ്ട് മനുഷ്യന്മാർക്ക് എന്ത് നിസ്കരിക്കൊന്നും പുരുഷത്തില്ല. ഒരു മര്യാദ താടി വെക്കുന്നു അത്ര വാസ്തു എന്തില്ല. തലക്ക് ടൊപ്പി വെക്കുന്ന വാസ്തു എന്തില്ല. ഇമാം ജമാഅത്തേക്ക് പോകേണ്ട വാസ്തു ഇല്ല. ഈ വാസ്തു ഏതുമില്ല. ഇങ്ങനത്തെ വാസ്തു എന്തില്ല. പിന്നെ ഇതിനെ പഠിച്ചിട്ട് അവിടെ അതിനെ പഠിച്ചിട്ട് കൂടെ ഇതൊരു ഭയങ്കരമായ ഭൂമിശാസ്ത്രം എന്തും ഇല്ല. അധികം അപ്പുറം അതെല്ലാം ഉണ്ട്. ഇന്നതുണ്ട്, ഇല്ലാത്തതില്ല. ഏതും ആവട്ടെ. പോയിട്ട് എത്തിയിട്ട് പോകുമ്പോ വിളിച്ചു ഉസ്താദ് മങ്ങിലെടുക്കും ബെഡ്റൂമിൽ ഒരു ഷോട്ട് ഉണ്ട്. ഉസ്താദ് അപ്പുറം ഇപ്പറാക്കിയിട്ട് പോയിട്ട് എത്തിയിട്ട് സർബത്ത് കുടിച്ചിട്ടില്ല. അയാൾ കേൾക്കട്ടെ ഉസ്താദ് ഈ ഇതിന് ഉത്തര കണ്ണിമൂല എവിടെ? കണ്ണിമൂല ഇതിന് കണ്ണിമൂല ഉണ്ടല്ലോ മാസ്റ്റർ ബെഡ്റൂം. അതെ ഇത് എവിടെ ഉസ്താദ്? നോക്കാം അല്ല സബൂർ അല്ല നിങ്ങൾ വേഗം നോക്കൂ. നോക്കി സീറ്റിട്ട് 10 എക്സ്ട്രാ. ഇത് ആയത്തില്ല ഉസ്താദ്. അത് നിങ്ങളുടെ കണ്ണിമൂല ആവാം. ഞാൻ ചെന്ന ഇല്ല. അപ്പൊ അൽഹംദുലില്ലാ ഞാൻ കേട്ടെ എന്ത് അല്ല അങ്ങനല്ല ചൊല്ല നിങ്ങൾ 10 കിടക്കണം.
യജമാനത്തി മക്കളുടെ ചോട്ട് പത്ത് കിടക്കണം ഈ സിമെന്റ് സീറ്റിൽ ആവില്ല ആറ് ഇയാൾ തിന്നിട്ട് മങ്കാക്കി വെച്ചിരുന്ന കണ്ണിമല എതിർക്ക് പോണ്ടു നീ അവിടെ കിടക്കണോ ഈ റൂം മോണ് കൊടുക്കണോ ഉസ്താദ് നേരായിട്ട് ചോട്ടെ കണ്ണിമല ഫോണില്ല പോറ ഫോണില്ല നാണ് ജീവഭയം നാ കൂടെ കിടക്കരുത് അങ്ങനെ കൂടെ കിടക്കട്ടു എങ്ങനെ ഈ വയസ്സായ അബ്ബര് എങ്ങനെ ഭർത്താക്ക് പുറത്തേക്ക് ബെഡ്റൂമിൽ ഷോട്ട് ഉണ്ട് ഭർത്താക്ക് നക്കിത് കൊണ്ടുണ്ട് ഈ നാട്ടകല്ല ഈ രൂപത്തില് വയസ്സായിട്ടാകുമ്പോ അബ്ബമാർക്ക് ഔത്തരവുകൾക്ക് വിലയില്ലാത്ത പോലത്തെ ഒരു പരിസ്ഥിതി ഉമ്മമാരെ നമ്മളെ കൊണ്ട് വരാൻ പാടില്ല. ഉമ്മമാര് പറഞ്ഞു കൊടുക്കണം മക്കളോട്, ഇതാ നിന്റെ അപ്പരൊട്ടു കേട്ടിട്ടാവണോ, ഇതാ നിന്റെ അപ്പരൊട്ടു പൽക്ക പറ, ഇതാ നിങ്ങൾക്ക് കാശ് തറുമ്പോ മോണെ നീ അപ്പകണ്ടായെങ്കും കൊടുത്തേ. ഇങ്ങനെ നിന്റെ ഉപ്പയോട് സ്നേഹം വേണമെന്ന് മക്കൾക്ക് ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം. ഏതുമാകട്ടെ ഈ ഭർത്താവിനെ ബഹുമാനത്തോടെ കാണണം. ഹസ്ബൻഡിനെ എവിടെയും നീ ചെറുതാക്കരുത്. നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ്. നിന്റെ ഹസ്ബൻഡ് നിന്നെയും നിന്റെ മക്കളെയും പോറ്റാൻ എന്ത് ത്യാഗമാണ് വരുന്നത്. അതുകൊണ്ട് ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിച്ചു പോകാൻ പാടില്ല, ഭർത്താവിന്റെ മനസ്സ് ബേജാറിലാവാൻ പാടില്ല. നിനക്ക് വേണ്ടിയാണ് അവർ ത്യാഗം ചെയ്യുന്നത്, നിന്റെ മക്കൾക്ക് വേണ്ടിയാണ് അവൻ കഷ്ടപ്പെടുന്നത്. ആ ഒരു ഓർമ്മ എപ്പോഴും വേണം. ഇതോ നക്ക് ബാലനമ്പളായിട്ട് 4 നാളായിട്ട് കേട്ടാൽ ഉറക്കാൻ കേട്ടിട്ടാ സമാറായതാണ് അല്ലെ, നക്ക് തലനമ്പല 8 നാളായിട്ട് കേട്ടായാൽ ആ റിക്ഷറോട്ട് പോയിട്ട് മർദ്ദട്ട പാട്ട് ചന്ദ്രല്ലാണ്ട് പിന്നെ എങ്ക് തോല കേട്ടിട്ടായാൽ അങ്ങനെ ആവാനും പാടില്ല. കേൾക്കണം, പറയണം, സുഖാന്വേഷണം വേണം. എന്ത് ചെയ്താലും നിന്റെ ഭർത്താവ് അല്ലാഹു നിനക്ക് തന്ന രാജകുമാരനാണ്. അവനെ ബഹുമാനത്തോടെ കാണണം, സ്നേഹത്തോടെ കാണണം. അവന്റെ പൊരുത്തം നിനക്ക് ഉമ്മയുടെ പൊരുത്തത്തെ കാട്ടിയും അപ്പയുടെ പൊരുത്തത്തെ കാട്ടിയും നിനക്ക് വലുത് നിന്റെ ഭർത്താവിന്റെ പൊരുത്തമാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണം അല്ലാ. മറ്റൊന്ന് നമ്മുടെ ഭാര്യ, ആണുങ്ങളോട് പറയുന്നു, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ വൈഫ്, നമ്മുടെ പെഞ്ഞായി നമുക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ്, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ്, നമുക്ക് വേണ്ടി എല്ലാം മറന്ന് എല്ലാം ഒഴിവാക്കി നമ്മുടെ കൂടെ ജീവിക്കുകയാണവർ. നമുക്ക് ആശ്വാസമാവുകയാണവർ. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു. നമ്മുടെ മക്കളുടെ ഉമ്മയാണ്, നമുക്കവർ ആശ്വാസമാണ്. നമുക്ക് വേണ്ടി എല്ലാം മാറ്റിവെച്ച് വന്ന നമ്മുടെ ഭാര്യ, ആ ഭാര്യയെ നീ റെസ്പെക്ടോടെ കാണണം, അവളെ നീ ബഹുമാനിക്കണം, അവരെ നീ സ്നേഹിക്കണം, അവർക്ക് വേണ്ടതെല്ലാം നീ ചെയ്തു കൊടുക്കണം. അത് നിന്റെ ബാധ്യതയാണ്. അവർ ചോദിക്കാതെ ചെയ്തു കൊടുക്കണം, അവർ ചോദിക്കേണ്ടതില്ല. ഭാര്യക്ക് സ്നേഹം കൊടുക്കേണ്ടയിടത്ത് സ്നേഹം കൊടുക്കണം, അവർക്ക് ഫുഡ് കൊടുക്കണം, അവർക്കെല്ലാം ചെയ്തു കൊടുക്കണം. അവരുടെ രോഗങ്ങൾ വന്നാൽ ചോദിക്കണം, അവരെ ആശ്വസിപ്പിക്കണം, സന്തോഷിപ്പിക്കണം, അവരോട് കളിക്കണം, തമാശ വേണം. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ കൂടെ ഓടി കളിച്ചിട്ടുണ്ട്. കുളിക്കുന്ന നേരത്ത് 2 കപ്പ് 2 പാട്ട് ഒട്ടുകുവച്ചിട്ട് ആയിഷ ബീവി കൊടുക്കാണ്ട് അങ്ങനെ പല തമാശകളും ഉണ്ടാകിയിട്ടുണ്ട്. ജീവിതത്തിൽ നമ്മുടെ ഭാര്യമാരിൽ നിന്ന് ചെറിയ ഫോൾട്ട് വന്നാൽ അല്ലെ, എന്തെങ്കിലും ഒരു തൊന്തര ചെറിയ ഒരു യാറകറോടി വന്നേട്ട് കണ്ടെങ്കിൽ നക്ക് പണ്ടേ അയാൾ ചൊന്നിന്ത് നിന്റെ റായത്തേൽ കാക്ക അയാൾ ചൊന്നിന്ത് കൊണ്ടുള്ള അപ്പവും സമയമില്ല, ഉമ്മൻ സമയമില്ല, പിന്നെ അങ്ങനെ മക്ക സമയക്കര് നന്റെ ആ ബ്രോക്കർ കൊണ്ടിട്ട് നന്റെ ഇതിരാറ്റിയോട് കൊള്ളാൻ ഈ മുസീബത്തിനെ വലിച്ചിട്ടാലോ എന്റെ മേലെ ഇങ്ങനെ പറയാ പാടുള്ളതല്ല. ഭാര്യമാരിൽ നിന്ന് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, ആ വലിയ മഹാന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ വൈഫ് ദേഷ്യം വരുമ്പോ അർസബർമ്പ ഇരുമ്പ് ചൂടാക്കി പോയിട്ട് റിഫായി ഷേഖ് വെച്ചോ ഇന്നൊരവസ്ഥ. എങ്ങനെ അർസബന്തെങ്കിൽ ചട്ടുവ ചൂടാക്കിയിട്ട് എടുത്തു പോയിട്ട് റിഫായി ഷേഖ് ചൂട് തട്ടുവാട്ട്. ഭയങ്കരമായ ചൂട് കൊണ്ട് റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ തൊലിയിൽ പൊള്ളൽ വരുമായിരുന്നു. അങ്ങനെ അർസബർമ്പ ഇരുമ്പ് ചൂടാക്കി വെച്ചോ. നാണിങ്ങ ഇയാളെ വാതിൽ വിളിച്ചിട്ട് വലിയ മുസീബത്താക്കുമല്ലോ. നാളെ ഈ ഇരുമ്പ് കത്തിയാലെ ചൂടാക്കി എടുത്ത വന്ന് വെച്ചെങ്കിൽ നാണാലല്ലവാ ഇപ്പൊ റിഫായി ഷേഖ് ഇല്ല സബുറാക്കും അപ്പവെ കിട്ടു ചൂടാക്കിയിട്ട് പെറും. അതുകൊണ്ട് അങ്ങനെ ആക്കിയിട്ട് പോലും ആ പെഞ്ഞായിരെ തൊലാക്ക് ചൊല്ല റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചിട്ടില്ല. വേണ്ട, നക്കിക്കട്ട് സബൂറിന്റെ പേരിൽ നക്കല്ലാഹു പ്രതിഫല തണ്ടെങ്ക്, നക്കല്ലാഹു സബൂറിന്റെ പേരിൽ പ്രതിഫല തണ്ടേണ്ടായെങ്ക് ആ പെഞ്ഞായിരെ ഒരു പലക്ക സമയത്ത് എന്തും ചൊല്ല റെഡിയായില്ല മഹാനവറുകൾ. നമ്മളെ വൈഫിന്റെ കറിക്ക് തെല്ല ഉപ്പ് മാത്ത് ഏറിയെങ്കിൽ ഇത് മുസീബത്ത് വന്നപ്പോ തുടങ്ങി ഇങ്ങനെ വന്ന ചപ്പ അല്ലെ ഉപ്പു നന്റെ ശനി എന്ത് ചൊല്ലാട്ട് അപ്പുറത്തെ ഒത്തിരി മണക്കര കേൾക്കില്ലേ, മണക്കര വിസല്ലേ സൗണ്ട്, എന്ത് നല്ല ഫുഡ്, ഹൈദരാബാദ് ബിരിയാണി അവിടെ തിന്നണോ ഉള്ളോട്ട ആയിട്ട് ഇന്നതും പോകുന്നല്ലാതെ പാടില്ല. ഫുഡെല്ലാം ആക്കിയിട്ട് പെണ്ണിങ്ങ അയാൾ തിന്നുമ്പോ മുട്ട തെച്ചിട്ട് നോക്കൊണ്ടോ 5 മിനിറ്റ്. ഈ മനസ്സ് തിന്നര ഗബ തിന്നരല്ലാണ്ട് ഒരു അക്ഷരമുണ്ടല്ല. അങ്ങനെ ആവ തീര ബായ് കെട്ട് വെച്ചിട്ട് അൽഹംദുലില്ലാ ഇതാറാക്കി നീനാക്കി മാഷാ അല്ലാ സാമ്പാർ ഇത് 1.5 സാമ്പാർ 4 ചൊല്ലണ്ട 1 പോട്ടെ പിടിപിടിയാക്കണ്ട. എന്റെ 4 ചന്ദിവന്ത നക്കൊന്തുണ്ട് നല്ല നല്ല അക്രമാൻ അത് 4 വർക്ക് നിർത്തും. പറഞ്ഞപ്പോ എന്താക്ക നല്ലത് പറയണം. കറിയില്ല നബിയെ, കറിയില്ല, സുർക്കയല്ലാതെ വിനീഗറല്ലാതെ ഒന്നുമില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിഅമല്ലതും എന്തൊരു നല്ല കൂട്ടാനാണ് അൽ ഖല്ലു സുർക്ക അല്ലെ, വിനീഗർ എന്തൊരു നല്ല കൂട്ടാനാണ്. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 63 വയസ്സിൽ
ഒരൊറ്റ ഫുഡിനെയും റസൂലുള്ള ഐബ് പറഞ്ഞിട്ടില്ല, മോശം പറഞ്ഞിട്ടില്ല. ഒരു ഫുഡിനെയും ചീത്ത പറഞ്ഞിട്ടില്ല, കുറവ് പറഞ്ഞിട്ടില്ല. നമ്മള് തിണ്ടിട്ട് മൂക്കിട്ട് എത്രത്തോളം ഒരുത്ത ചൊന്നല്ലതാ ഒരു മൈസൂർ ബാലം ഉണ്ടിട്ട് അപ്പോ ചൊല്ലിട്ടല്ല മൈസൂർ ബാലം, മൈസൂർ ബാലം എന്തില്ല ബാല എന്തിട്ട് ഇട്ടാർ ഫുള്ള ഇവിടുത്തല്ല ഫുള്ളായിട്ട് മാത്രല്ല ചില ഹാൾഡ് മൈക്കാലത്ത് അങ്ങനെ കണ്ടില്ല. ഞങ്ങളപ്പറല്ല ചില പെണ്ണിങ്ങ ഈ മൈസൂർ പാക്ക് ജുലേബി എല്ലാം കെട്ടിക്കൊണ്ട് പോകുന്നുണ്ട്, ടിഷ്യൂ നിറച്ചിട്ട് ഔത്തു. ചില ആണിങ്ങ ഉണ്ട് നല്ല എടുത്തോണ്ട് പോയിട്ട് കാറിൽ വെച്ചിട്ട് തിന്നോണ്ട് പോണ്ടേ ചീർണി ഔത്തര ഓതി പാടില്ല, നല്ലതല്ല. ഹദീസിലുണ്ട് റസൂലുള്ള പറഞ്ഞു ഒന്നെടുക്കേണ്ടടുത്ത് രണ്ടെടുക്കാൻ പാടില്ല, പിന്നല്ലേ ഔത്തു കെട്ട പോണ്ടേ. പിന്നെ ചില ആളുണ്ട് ഫസ്റ്റ് വെജ് ഉണ്ടിട്ട് പിന്നെ നോൺ വെജ് തിന്നില്ലേ സുഹൃത്ത് രണ്ടോട്ട കീഴ്മേല പോയിട്ട് വന്നിട്ട് പാടില്ല. നോൺ വെജ് തിന്നാത്താക്കാണ് വെജ്. പിന്നെ ചില ആൾ നല്ല സ്വാലികൾ അങ്ങനത്തെ റകളില്ല, നോൺ വെജ് തിന്നിട്ട് പായസം ഓളിക കൂടെ അവിടെ ഇപ്പത്തെ ആ രൂപത്തിൽ അതും പാടുള്ളതല്ല. ഓരോന്നിനും ഓരോന്നിൻ്റെതായ സിസ്റ്റമുണ്ട്. നമ്മുടെ സമുദായം എന്തേ ഇങ്ങനെ ചെരുപ്പഴിച്ച് വെക്കുന്നതിൽ സിസ്റ്റമില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും ക്ലീൻ അറിയണമെങ്കിൽ അവന്റെ ചെരുപ്പിലേക്ക് നോക്കണമെന്നാണ്. അവന്റെ ചെരുപ്പ് ഇപ്പൊ നോക്കണ്ട, ഇപ്പൊ പിന്നെ ചെരുപ്പ് എങ്ങനെ ക്ലീൻ മനുഷ്യന്റെ. ഒരു പെണ്ണിന്റെ ക്ലീൻ അറിയണമെങ്കിൽ അവരുടെ വീട് മുഖം നോക്കിയിട്ടാ, ലിഫ്റ്റിക്ക് നോക്കിയിട്ടാ, ബാഗ് ബുർക്കാണി നോക്കിയിട്ടൊന്നും ക്ലീൻ ഉള്ളതാവില്ല. അവ നോക്കിയിട്ടാവണം പെണ്ണ് ക്ലീൻ ഉള്ള ആളാണ്. ഒന്ന് മൈന് കിച്ചണ്, 2 ടോയ്ലറ്റ് ബാത്റൂം. ഇത് ക്ലീൻ ഇന്നിട്ട് കണ്ടെങ്കിൽ ഇതെന്തേ ആരെങ്കിലും വന്നെങ്കിൽ നാണിപ്പോ പാത്ര ഇടള്ള കൽക്കാണ്ട് ഭർത്തായ അപ്പൊ നിങ്ങൾ വന്നേ എപ്പോ ഇതേമാ ഇങ്ങനെയാ എങ്ങനെ കൽക്ക ഭർത്തായാണ് ഇപ്പൊ ഭർത്തായ എത്ര ഇപ്പടിച്ചിത്ര മക്കളെല്ലാം വിടക്കാക്കുണ്ട്. പാപ മക്കൾക്ക് പേര് പാവം മക്ക ഇന്നലെ മുഞ്ഞാണ്ടിട്ടത് എടുത്തിട്ടേ ഇല്ല പേര് മക്കൾ. പിന്നെ അർജന്റ് കാർ വന്നാൽ പിന്നെ എല്ലാം വലിച്ച് എടുത്ത് പോയിട്ട് വാഷിംഗ് മെഷീൻ ഒഴുകിയിട്ടിട്ട് അതിന്റെ മേലെ ഒരു പാത്രം ഡിം തീന്തവിടെ എല്ലാം ആരും കാണുകയില്ല. ചില പെണ്ണുങ്ങളെ വന്ന് നോക്കൊണ്ട് വാഷിംഗ് മെഷീൻ്റെ ഉൾക്ക ഫ്രിഡ്ജിലെ ഉൾക്കല്ല തുറന്നിട്ട് മറ്റൊരുത്തിന്റെ വീട്ടിലേക്ക് പോയാൽ തുറന്നു നോക്കാൻ പാടില്ലെന്നാണ് ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ലുഖ്മാൻ തങ്ങളുടെ വസിയത്തിലുണ്ട്. നമ്മൾക്ക് തുറക്കാൻ മറ്റുള്ളവരുടെ വീട്ടിൽ പോയാൽ നീ നിന്റെ കണ്ണ് നല്ലോണം സൂക്ഷിക്കണം, അവിടെ ഇവിടെയല്ല നോക്കാൻ പാടില്ല. എല്ലാം ഇതെന്തിനെ പറിച്ചു വെച്ചത് ഒക്ക മീൻ എത്ര നാളായിട്ട് കബാബ് എപ്പോ മസാല ഇട്ട് വയ്ക്കരമാ ഇതെല്ലാം നമ്മൾ ഇൻക്വയറി ആക്കാൻ പാടുള്ളതല്ല. ഏതുമാകട്ടെ മുത്തുമുഅ്മിനീങ്ങളെ, നമ്മുടെ നല്ല വൃത്തിയുണ്ടാകണം, നല്ല ക്ലീൻ ഉണ്ടാകണം. നമ്മുടെ ഭാര്യമാർ ആ ഭാര്യമാർക്ക് വേണ്ടി നമ്മൾ സഹിക്കണം, ത്യാഗം ചെയ്യണം, അവരെ സ്നേഹിക്കണം, അവർക്ക് സപ്പോർട്ട് ചെയ്യണം, അവരെ കരയിപ്പിക്കരുത്, അവരെ മോശപ്പെടുത്തരുത്, അവരെ ഇൻസൾട്ട് ചെയ്യരുത്. നമ്മുടെ പെങ്ങന്മാരുടെ മുന്നിൽ, നമ്മുടെ ഫാമിലിക്കാരുടെ മുന്നിൽ ഓളങ്ങനമേ, ഓൾ എപ്പോഴും അങ്ങനമേ, ഓൾ അമ്മ കൂട്ടുകുടുംബം അങ്ങനമേ പാടില്ല. അവൾ അങ്ങാനും കരഞ്ഞു പോയാ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ, നിങ്ങളിൽ ഏറ്റവും നല്ല ആള് ആചാരല്ല ഉസ്താദല്ല, നല്ല സ്വഭാവമുള്ളവനാരോ, നല്ല സ്വഭാവം വേണം. വഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാണ്? നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ്? നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അവനവന്റെ ഭാര്യയോട്, വൈഫിനോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് നിങ്ങളിൽ നല്ലവനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല രൂപത്തിൽ സംസാരിക്കണം ആരോടും. അപ്പുറത്തെ ഉത്തരങ്ങളെ കണ്ടെങ്കിൽ എന്ത് ചിരി, എന്ത് സന്തോഷ. ദാദ ഉണ്ടാറി ഔത്തുള്ള ദാദ ഉണ്ടുണ്ട ഈ വിഷയം ഉണ്ടാ ദാദയുടെ തലനമ്പലല്ല സുമാറായിത്താതെ കേൾക്കുമ്പോ നിന്റെ ഇതുപോലത്തെ ഒരു ദാദ ഉണ്ട് നിനക്ക് വേണ്ടി ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ ഭാര്യയില്ലേ, ആ ഭാര്യയുടെ രോഗത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും നീ അവരുടെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ അള്ളാഹു നിന്നെ പൊരുത്തപ്പെടുന്നില്ല, നീ നല്ലവനല്ല. നിന്റെ ഭാര്യക്ക് തോന്നണം എന്റെ ഹസ്ബൻഡ് നല്ലൊരു മനുഷ്യനാണ്. അവളെ ക്യാർ ചെയ്യണം, അവളെ ആശ്വസിപ്പിക്കണം. ഫുഡ് ഒരു നേരം കൊടുത്തില്ലെങ്കിലും വിരോധമില്ല, സ്നേഹത്തിൽ നീ കുറക്കണ്ട, അവളെ ഫളീഹത്താക്കണ്ട, നാണം കെടുത്തണ്ട, ഇൻസൾട്ട് ചെയ്തു പോകണ്ട. അവളുടെ ത്യാഗം അല്ലേ കേൾക്കുന്നുണ്ട്. നിക്കെന്തിരണ്ടൂടെ സൊറ അല്ലെ, നിക്കെന്തിരണ്ടൂടെ പെഞ്ഞായിരട്ട് കേൾക്കൊണ്ടു, നിക്കെന്തിര സൊറ ഉണ്ടൂടെ ആയിട്ട് നിക്ക് സൊറ ഇല്ലെങ്കിൽ വേണ്ട. നോക്ക ഒരു ജണ്ട് വാറ അവളെ ഒത്തുക്ക് പോട്ട് നോക്ക, ജണ്ട് വാറ ഈ മക്കളെ നോക്കി ഫുഡാക്കിയിട്ട് ആ കടിച്ച് തോർത്തി പിടിച്ചിട്ടുള്ള സാധ്യമുണ്ട? ജണ്ട് വാറ ജണ്ട് സാധ്യമുണ്ട? സാധ്യല്ല. അത് അല്ലാഹു അവർക്ക് നൽകിയ ഗിഫ്റ്റാണ്. അതുകൊണ്ട് നിന്റെ ഭാര്യയെ നീ ബഹുമാനിക്കണം, പിരിസം കൊടുക്കണം, സ്നേഹം കൊടുക്കണം. വലിയ പടുകൂറ്റൻ 1.5 കോടിയുടെ വീട്, ആ വീട്ടുകാരെ കൗൺസിലിംഗ് ചെയ്യുമ്പോ ആ വൈഫ് ഭർത്താവിന്റെ മുഖം നോക്കി പറഞ്ഞത് ഉസ്താദേ എത്ര വില അകന്നിട്ട് എന്ത് പ്രയോജന, നക്കക വേണ്ട, കാസ് വേണ്ട, രണ്ടൊട്ട് ഒരു കുട്ടു പിരിസയും മനസ്സില്ല. സുബ്ഹാനല്ലാഹ്, അവർ ആഗ്രഹിക്കുന്നത് വലിയ വീടല്ല, സ്വത്തുക്കളല്ല, അവർക്ക് ഭർത്താവിങ്ങളിൽ നിന്ന് സ്നേഹം കിട്ടണം, ആ സ്നേഹം കൊടുക്കണം, സൗകര്യം കൊടുക്കണം, നല്ല പോലെ നമ്മുടെ ഭാര്യമാരെ സന്തോഷിപ്പിക്കണം. ഇത് തലാഖ് വിഷയല്ലായിട്ട് പഞ്ചായത്തിലാക്കുമ്പോ ഒരേ വിഷയ നണ്ട ഉളർത്താക്കില്ല ഓണു ഓന്റെ വിഷയം അവളോട്ട് കേട്ടപ്പോ അയാൾ നിന്റെ അർത്ഥമേ ആക്കില്ല. ഇവന്ത് വിഷയ അയാൾ അവണും അർത്ഥാക്കില്ല, അവൾ രണ്ടാൾ അപ്പുറം ഇപ്പുറം അർത്ഥാക്കുന്നില്ല. പരസ്പരം പൊരുത്തപ്പെട്ട് കൊണ്ടുപോകണം, എല്ലാം മറക്കണം, പൊരുത്തപ്പെടണം, സ്നേഹിക്കണം. അങ്ങനെ പോയാൽ നാളെ സുഖലോക സ്വർഗത്തെത്തുമ്പോ
അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഭാര്യക്ക് പൊരുത്തപ്പെട്ടു കൊടുത്ത ഭർത്താവ്, ഹസ്ബൻഡിന് മാപ്പ് കൊടുത്ത് സന്തോഷത്തോടെ ജീവിച്ച ഭാര്യ, രണ്ടാൾക്കും അല്ലാഹു സ്വർഗം നൽകുന്നു. സ്വർഗത്തിൽ എന്ത് ആനന്ദമാ, എന്ത് സന്തോഷമാ. അവിടെ എല്ലാരും ചെറുപ്പക്കാരാണ്, യങ്കാണ്, 60 വയസ്സില്ല, സൗന്ദര്യമാണ്, ചന്തമാ. സുഖലോക സ്വർഗത്തിൽ വെച്ച് പെണ്ണിനേക്കാൾ എത്രയോ 10 മടങ്ങ് സൗന്ദര്യം ആണിനാണ്. പെണ്ണിനും അല്ലാഹു സൗന്ദര്യം കൊടുക്കുന്നുണ്ട്, ആണിനും സൗന്ദര്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഉള്ളതായ ഭർത്താക്കന്മാർ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. കുറ്റമില്ലാത്തവരില്ല, കുറവില്ലാത്തവരില്ല. ഫുള്ളായിട്ട് നമ്മുടെ അർത്ഥാക്കാൻ ഇവിടെ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഭാര്യമാർ നിങ്ങളുടെ ഹസ്ബൻഡിനെ അർത്ഥമാക്കണം. അങ്ങനെ അർത്ഥാക്കണോ, അങ്ങനെ കഷ്ടാർത്ഥാക്കണോ, അങ്ങനെ ടെൻഷൻ അർത്ഥാക്കണോ, അങ്ങനെ സ്ട്രെസ് അർത്ഥാക്കണോ, അങ്ങനെ പ്രോബ്ലംസുകൾ എല്ലാം അർത്ഥാക്കണോ. ഭർത്താവായ ഹസ്ബൻഡായവൻ നിന്റെ വൈഫ് നക്ക് വേണ്ടി ത്യാഗാക്കറോളൂ, നക്ക് ഫുഡാക്കറോളൂ, നിന്റെ മക്കളെ നോക്കി വളർത്തറോളൂ, ഇതെല്ലാം ത്യാഗാക്കിയിട്ട് നണ്ടൊട്ടുക നിൽക്കറോളൂ. ഈ ഒരു ചിന്ത എല്ലാ ഭർത്താവിന്റെയും മനസ്സിലുണ്ടാകണം. അല്ലാ അല്ലാ, കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കണം. അല്ലാ ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല നമ്മുടെ കുടുംബജീവിതത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ. ചുരുക്കി പറയുന്നു, നമ്മുടെ ഉമ്മയും ഉപ്പയും അല്ലാഹും അവന്റെ റസൂലും കഴിച്ചാൽ പിന്നെ നമുക്ക് ഏറ്റവും കടമപ്പെട്ടവർ ഉമ്മയാണ്, ഉപ്പയാണ്. അനിഷ്കുർലി, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം. നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങൾ നന്ദി ചെയ്യണം. അല്ലാഹു തആല പറയുന്നു, മംബറനി വഅഖ വാലിദൈഹി തതത്തുഹു അഖാ. അല്ലാഹു ഗുണം ചെയ്തു, നിസ്കരിച്ചു, നോമ്പെടുത്തു, എല്ലാം ചെയ്തു. വഅഖ വാലിദൈഹി, ഉമ്മാനെയും ഉപ്പാനെയും ബുദ്ധിമുട്ടിച്ചാൽ തതത്തുഹു അഖാ. മൂസാ നബിയോട് അല്ലാഹു പറയാണ്, അവനെ ബുദ്ധിമുട്ടിക്കുന്നവരിൽ എഴുതപ്പെടുകയാണ്, നല്ലവനല്ല. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഉംറയുണ്ട്, ഹജ്ജുണ്ട്, സക്കാത്തുണ്ട്, എല്ലാം മുറ പോലെയുണ്ട്. ഉമ്മടെ കാറാക്കില്ല, അപ്പടെ കാറാക്കില്ല. ഉമ്മാനെ ഇഷ്ടല്ല, അപ്പാടെ ഇഷ്ടല്ല. അങ്ങനെ നിങ്ങളായിപ്പോയാ ബുദ്ധിമുട്ടിക്കുന്നവരിലേക്ക് അവരെ എഴുതുമെന്ന് അള്ളാഹു പറയുമ്പോ, അള്ളാന്റെ വിധിവിലക്കുകളിൽ മാറ് കാണിച്ചു, അള്ളാഹുവിനോട് ഇഷ്ടക്കേട് കാണിച്ചു, അള്ളാഹുവിനെതിരെ കാണിച്ചു. എന്നിട്ടോ ബർറവാലിദൈ, ഉമ്മാക്കും ബാപ്പാക്കും ഗുണം ചെയ്ത അവന് ഗുണവാനിൽ എഴുതപ്പെടുകയാണ്. അള്ളാഹുമായി ബന്ധപ്പെട്ടതിന് അള്ളാഹു മാപ്പ് നൽകുന്നു. ഉമ്മാനെയും ഉപ്പാനെയും ബുദ്ധിമുട്ടിച്ചതിന് മാപ്പില്ല. വെറുപ്പിച്ച ശിക്ഷയും തക്ഷണം ലഭിക്കുന്നതാ, മൗത്തിന്റെ മുമ്പ് അവൻ അനുഭവിച്ചറിയുന്നതാ. ഒരു ചീത്ത വാക്കവരെ പറഞ്ഞാൽ പിന്നെ അള്ളാഹു അവനെ ശപിച്ചിടുന്നത് തന്നെ. ഉമ്മാനെ ഒരു ചീത്ത വാക്ക് പറഞ്ഞാൽ, ഉപ്പാനെ ഒരു ചീത്ത വാക്ക് പറഞ്ഞാൽ, എന്നുള്ള വാക്ക് പോലും പറയാൻ പാടില്ലെന്ന് കേട്ടല്ലോ. ചേന്നുള്ള വാക്ക് മഹാന്മാര് പറയുന്നു. ഉമ്മരെ മോത്തുകൂ, അപ്പരെ മോത്തുകൂ, കണ്ണു ബലിയാക്കിയിട്ട് നോക്കരുത് പോലും അള്ളാഹു പൊരുത്തപ്പെട്ട വിഷയല്ല. എന്തും ചൊല്ലണ്ട, ഉമ്മടെ കണ്ണു മറിച്ചിട്ട് നോക്കരുത് പോലും അള്ളാഹു ഇഷ്ടല്ല അല്ലേ? പേരൻസ് മീറ്റിംഗ് പറയുമ്പോ മക്കതാ ഉസ്താദിന്റെ മാത്ത് എന്തെങ്കിലും ചൊന്നെങ്കിൽ പിന്നെ പോകാല, സാറിന്റെ എന്തെങ്കിലും ചൊന്നെങ്കിൽ കേട്ടെങ്കിൽ ചൊല്ലണു, ഡീസന്റ് സൈലന്റ് വൈലന്റ് അല്ലെ, മക്ക ചൊന്ന് കൊടുക്കരുത്, എങ്ങനെ ചൊല്ലണു? ഈ ഒരവസ്ഥയാവരുത്. ഉമ്മയോടും ഉപ്പയോടും കടുത്ത ഒരു വാക്കില് പോലും ഒരക്ഷരം പറഞ്ഞു പോയാൽ അള്ളാഹു അവനെ ക്ഷമിച്ചിടുന്നത് തന്നെ. ഉമ്മയുടെ മനസ്സ് നൊമ്പലമായോ, അപ്പയുടെ മനസ്സ് ബേജാറാക്കിയമോ, അള്ളാഹു അവനോട് ശാപ വയ്ക്കറ്, അതിലൊരു സംശയം വേണ്ട. ഉമ്മ സാപ്പ വൈക്കൊണ്ടില്ല, അപ്പ സാപ്പ വൈക്കൊണ്ടില്ല. നീ എത്ര വലിയ പണക്കാരനായിക്കോ, എത്ര വലിയ ലീഡറായോ, എത്ര വലിയ ഉസ്താദായോ, എത്ര വലിയ തങ്ങളായോ, എത്ര വലിയ വലിയായോ, സ്വഹാബിയായ മണിസക പോലും കബറിൽ കിടന്നിട്ട് കബറിൽ തീ കത്തിയിട്ട് ശിക്ഷ കിട്ടിയോണ്ടുണ്ടോ? മുത്ത റസൂലുള്ള കേക്കറുമ്മ, നിങ്ങളെ മോണല്ലേ ഉമ്മ, മാപ്പാക്കി കൊടുക്കറുമ്മ. ഉമ്മ ചൊല്ലു നബിയേ, നിന്റെ മനസ്സിൽ മോണ്ടൊട്ടുക ബേജാറുണ്ടോ? റസൂലുള്ള ചൊല്ലു നബി, ഉമ്മ നിങ്ങളെ മോണ് അദാബ് കിട്ടിയോണ്ടുണ്ടോ? മാപ്പ് കൊടുക്കറുമ്മ. ഉമ്മ ചൊല്ലു നബിയേ, നബി തങ്ങ ചൊന്നയ്ക്ക് വേണായിട്ട് നിന്റെ മോണക്ക് നാ മാപ്പ് കൊടുത്തോണ്ടുള്ള ചൊല്ല
സമയമാകുമ്പോ ഖബറിന്റെ ഉൾഗത്തെ വിളിച്ചിട്ട് ജസാക്കല്ലാ യാ റസൂലല്ലാ, നബിയേ ഈ ഖബറിന്റെ ശിക്ഷനെ തൊട്ടിട്ടോ നിന്റെ സലാമത്താക്കി തന്നല്ലേ നബിയേ, ജസാക്കല്ലാഹു ഖൈറാ. അത്ര വലിയ മഹാനായിട്ട് പോലോ ഉമ്മയുടെ മനസ്സിൽ ബേജാറുന്ന സബലോ ഖബറിൽ ശിക്ഷ അനുഭവിച്ചോണ്ടിരുന്ന സ്വഹാബിരക്കത്ത് ആ ചരിത്രമായിട്ടുണ്ടെങ്കിൽ ഉമ്മയുടെ ബേജാറ് അപ്പടെ ബേജാറ് അതൊരു പരിഹാരം ഈ ദുനിയാവിൽ വേറെയില്ല. അള്ളാഹു അവനെ ശപിച്ചിടുന്നത് തന്നെ. അള്ളാഹുടെ സാപ, റബ്ബുടെ സാപ, ഉസ്താദിന്റെ സാപ പേടിയില്ലേ ഞങ്ങൾക്ക്, തങ്ങന്മാരെ സാപ പേടിയില്ലേ ഞങ്ങൾക്ക്, ഔലിയാക്കന്മാരെ സാപ പേടിയില്ലേ ഞങ്ങൾക്ക്? എല്ലവും പേടിക്കണോ? എല്ലാത്തിനാട്ടിയും വലിയൊരു ഖാലിഖായ റബ്ബുടെ സാപ ഉണ്ടല്ലേ. ആ സാപ കിട്ടത് എന്ത് വിഷയം എന്തുണ്ടാ? ഉമ്മ ബേജാറാക്കിയ, ഉപ്പ സങ്കടപ്പെട്ടു പോയാ മക്കളെ രക്ഷപ്പെടൂല. ഉമ്മാന്റെ ശാപത്തിന് ഉപ്പാന്റെ ബേജാറിന് ഈ ഭൂമിയിൽ പരിഹാരം ഇല്ല കേട്ടോ. കോടികൾ കൊടുത്തിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഉമ്മാക്ക് പകരം ഉപ്പാക്ക് പകരം ഇവിടെ ആരും പകരമില്ല. എത്ര തങ്ങന്മാർ ദ്വാരന്തെങ്കിലും എത്ര ഉസ്താദന്മാർ ദ്വാരന്തെങ്കിലും ഉമ്മാന്റെയും അപ്പാന്റെയും സാവ അത് തിരിച്ചു പോവൂല, അത് മാഞ്ഞു പോവൂല, അതില്ലാതെ ആവൂല. ഉമ്മക്കും അപ്പക്കും വേണായ സമയത്ത് വേണായത് കൊടുക്കണം. അങ്ങ് പണ്ട് എവിടെയും ചുത്ത പോയിട്ടില്ല, വിളിച്ചോണ്ട് പോണു. ഉമ്മയുടെ ആശ പൂർത്തിയാക്കണു, അപ്പരെ ആശ പൂർത്തിയാക്കണു. വൈഫിക്ക് ഗിഫ്റ്റ് എടുക്കുമ്പോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഗിഫ്റ്റ് എടുക്കുമ്പോ നിന്റെ ഉമ്മയുടെയും അപ്പയുടെയും മറന്നു പോകണ്ട. വയസ്സായ ഉമ്മ ഒരാശയുണ്ട്, ഒരു ചെറിയ ബംഗാറിന്റെ ചെയിന്, അതല്ലെങ്കിൽ ഒരു മോതിര, അതല്ലെങ്കിൽ ഒരു കാതിര്, അല്ലെങ്കിൽ ഒരു ബല ഉമ്മാരട്ട് പോയി ചെന്നിട്ടില്ല. പക്ഷേ ആ ആശനെ കണ്ടറിഞ്ഞിട്ട് ഉമ്മയുടെ ആശ പൂർത്തിയാക്കോ. അതല്ലെങ്കിൽ ഒന്ന് ഉംറത്ത് പോ, അതല്ലെങ്കിൽ ഒരു അജ്മീർ പോ, അതല്ലെങ്കിൽ എവിടെയാകാനും വിളിച്ചു പോയിട്ട് ഒരു മനസ്സാശ്വാസത്തിന് ഉമ്മ ആശയുണ്ടോ? ഈ ഉമ്മരട്ട് ചൊല്ലാണ്ട് അവിടെ പോകുണ്ടോ ഇവിടെ പോകുണ്ടോ ചൊന്നിട്ട് പോയെങ്കിൽ അള്ളാഹുടെ പുറത്തേക്കല പടച്ചോന്റെ കാവലിക്കല. അപ്പ എത്രമാ കഷ്ടം വന്നിട്ട് ഞങ്ങളെ നോക്കി ഭക്തി ബലിയാക്കിയിട്ട് ഈ അപ്പകൊരു ഹിതമെടുക്കവോ, അപ്പകൊരു സഹായാക്കവോ, ഉമ്മകൊരു സഹായാക്കവോ. ഈ മക്ക മനസ്സ് കാട്ടില്ലാണ്ട് കണ്ടെങ്കിൽ അങ്ങക്ക് വെറുപ്പ് കാട്ടിയെങ്കിൽ അങ്ങലൊട്ട് അർസ കാട്ടിയെങ്കിൽ വെറുപ്പിച്ച ശിക്ഷയും തക്ഷണം ലഭിക്കുന്നതാ. ഉമ്മടെയും അപ്പടെയും ബേജാറ് എഫക്ട്, അത് റിസൾട്ട്, അത് ചമ്മ ടൈം പോവണ്ട. മൗത്തിന്റെ മുമ്പ് അവൻ അനുഭവിച്ചെറിയുന്നതാ. നിസ്കരിക്കാത്തതിന് അദാബ് നാളെ മഹ്ശറിലുണ്ടോ, നോമ്പെടുക്കാത്തതിനുണ്ടോ? ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷ ഉള്ള സബ്ജക്ട് ഒന്നുണ്ടാ. ഉമ്മയുടെ വിസയ അപ്പടെ വിസയ അതിൽ യാരകറോടി വന്നേട്ട് കണ്ടെങ്കിൽ മരണത്തിന് മുമ്പ് അനുഭവിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് കിട്ടാതെ പോകുന്നില്ല. ഉമ്മാനെ ഇൻസൾട്ട് ചെയ്ത അള്ളാഹു നിന്നെ ഇൻസൾട്ട് ചെയ്യാതിരിക്കില്ല. ഉപ്പാന്റെ ബഹുമാനം കുറച്ച അള്ളാഹു നിന്റെ ബഹുമാനം കുറക്കാതിരിക്കില്ല. ഉമ്മയോട് ഉപ്പയോട് ഉമ്മക്കും ഉപ്പാക്കും ദുആരക്കാത്തോന്റെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നില്ല. ഉമ്മക്ക് ദുആർക്ക് കൂട്ടാമില്ലേ, അപ്പക്ക് ദുആർക്ക് കൂട്ടാമില്ലേ. അങ്ങക്ക് ദാരിദ്ര്യ പറവു സാധ്യതയുണ്ടോ, അങ്ങക്ക് കഷ്ട പറവു സാധ്യതയുണ്ടോ, അങ്ങനെ ആഹാരത്തിൽ ബറക്കത്ത് കുറയൂ സാധ്യതയുണ്ടോ, അങ്ങനെ കച്ചവടത്തിൽ ബറക്കത്ത് കുറയൂ സാധ്യതയുണ്ടോ? ഓരോ ദുആലും നിനക്ക് വേണ്ടി നീ ദുആരക്കുമ്പോ നിന്റെ ഉമ്മ ജീവിച്ചിരിക്കട്ടെ മരിച്ചിരിക്കട്ടെ. ഉമ്മാക്ക് നീ ദുആരുന്നില്ലെങ്കിൽ അപ്പക്ക് നീ ദുആരുന്നില്ലെങ്കിൽ നിന്റെ ദുആ അല്ലാഹുക്ക് ഇഷ്ടമല്ല. മക്കളെ ഉമ്മക്ക് വേണമായിട്ട് ദ്വാരക്കണോ, അപ്പക്ക് വേണമായിട്ട് ദ്വാരക്കണോ? ഈ ദ്വാരം നേട്ട് കണ്ടെങ്കിൽ അള്ളാഹു നിന്റെ കാര്യമെല്ലാം പൂർത്തിയാക്കി തണ്ടതിൽ ഒരു സംശയം വേണ്ട. ഓരോ വെള്ളിയാഴ്ച രാത്രിയും എല്ലാ വെള്ളിയാഴ്ച രാത്രിയും മക്കളുടെ സ്വതക്ക കാത്തിരിക്കുന്നുണ്ട്. കബറിൽ കിടക്കര ഉമ്മ, കബറിൽ കിടക്കര അബ്ബ, നണ്ട മക്കൾ അങ്ങ് സ്വതക്കാക്കിടാറാ. ഒരു വാരം മുഴുവനും ആക്കിയ സ്വതക്ക വെള്ളിയാഴ്ച ജാവരുണ്ട്. അങ്ങ് എടുത്തു പോയി കൊടുക്കുമ്പോ വലിയ വലിയ ചരിത്രമുണ്ടോ? എത്ര ആൾമാറ് വെള്ളിയാഴ്ച ജാവോ മറ്റങ്ങ വന്ന് ഗിഫ്റ്റ് എടുത്ത പോകേണ്ട കിണാവ് കാണുമ്പോ ഒരാള് മാത്രം കീറി പറഞ്ഞ ഡ്രസ് ഇട്ടോണ്ടോ വന്നിട്ട് എന്തുമില്ലാണ്ട് തിരിഞ്ഞു പോകേണ്ട ഒരവസ്ഥ. ആ സ്വപ്നം കണ്ട മഹാൻ അയാളോട്ട് പോയി കേക്കറ്, അല്ലാ എന്തിനെ നിങ്ങളെ ബിസ എന്തിനെ? അയാളെ കിനാവിൽ ചൊല്ലോ. ഇത് അങ്ങനെയുള്ള ഫാമിലി